ഞങ്ങള് വരാൻ വേണ്ടി കാത്ത ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിയാണ്. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. സബിതാ മാതാജി. ഞങ്ങൾക്ക് ഹരേ രോണി കൃഷ്ണ. മാതാജിയുടെ രോണി മാതാജിയുടെ ക്ലാസ് കഴിഞ്ഞ് വരാൻ വൈകി പ്രഭു, സോറി. അതെ, അവിടുന്ന് വേഗം ഇങ്ങോട്ട് ചാടി. അതെ അല്ലേ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ സിബി മാതാജി. ഹരേ കൃഷ്ണ ഷിബി മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ആം, രാധിക മാതാജി. ഹരേ കൃഷ്ണ ഒപ്പോ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണ റിയൽമി മാതാജി. അന്ന് എനിക്ക് പറയാനുള്ളൂ. ഒപ്പോ മാതാജി ആരാന്ന് എനിക്ക് അറിയില്ല. റിയൽമി മാതാജി മാധവി രാധ മാതാജി ആണെന്ന് ശോഭന വിചാരിക്കുന്നു. ശോഭനാണ് ശോഭന ഒപ്പം. ശോഭന. ആ എനിക്ക് പ്രഭുവിന്റെ അറിയില്ല. ചേച്ചിയല്ലേ? ഒന്ന് അല്ല, അല്ലേ? ഒന്ന് പരിചയപ്പെടുത്താമോ? ആ ഹരേ ആ ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഞാനിവിടെ തൃശ്ശൂര് സത്സംഗത്തിലുണ്ടായിരുന്നതാ. ഇപ്പൊ ഞാൻ ഇവിടെ മോന്റെ അടുത്താ, കാനഡയിലാ. ആ ആ ആ. അതെല്ലേ. മറ്റേ എന്നെ അറിയുന്ന എങ്ങനെ? അനിയത്തി എനിക്ക് ഉഷമണി മാതാജി ഇട്ട് തന്നതല്ലേ എനിക്ക് കയറിക്കോളാൻ പറഞ്ഞിട്ട്. ആ അതെ, ഹരിപോൾ. ഓക്കെ മാതാജി. അനുത്തമദാസ് പ്രഭുവിന്റെ. ആ ആ ആ ക്ലാസ്സിൽ പോണതാ ഞങ്ങൾ അയ്യന്തോട്. അതെ അല്ലേ. എന്നെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു ക്ലാസ്സിൽ കയറാറുണ്ട്. ഉഷമണി മാതാജി ഇട്ട് തരുമ്പോ കയറാറുണ്ട്. അതെ അതെ. ഗുരുവായൂർ വന്നപ്പോ എന്നെ കണ്ടിരുന്നോ നമ്മള്? എന്നാ, ആ ഗുരുവായൂർ ഞാൻ അടുത്ത് വന്നിട്ടില്ല. ഞാൻ വന്നിട്ട് ഇപ്പൊ കുറെ നാളായി. ഞാനിപ്പോ വന്നിട്ട് കുറച്ച് നാളായി ഇവിടേക്ക്. അല്ല, അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉഷാമണി മാതാജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മാതാജിമാരിന്റെ കൂടെ ഉണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു. ഉണ്ട്. ആ പ്രഭുണ്ട്. ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എനിക്കൊരു ഇവൻ പരിചയം പോലെ ഗുരുവായൂർ നമ്മള് ആരതി പരിചയം പോലെ തെളിയിച്ചിട്ടൊക്കെ. തോന്നി. അതെ 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 അതെ. അപ്പൊ ഒരു പരിചയം ആ പോലെ ശരി തോന്നുന്നു. ശരി. ഹരേ ഉം. കൃഷ്ണ ആ ഹരേ ഉണ്ടായിരുന്നു കൃഷ്ണ. ഉണ്ടായിരുന്നു. നമ്മള് ആ കൃഷ്ണ ദാമോദര പ്രഭു. ആരതിയൊക്കെ ചെയ്തില്ലേ പ്രഭു? ദാമോദര ആരതിയൊക്കെ ദാമോദരൻ ദാമോദര ചെയ്തപ്പോ. ആദി അതെ ആ അതെ അതെ അതെ. ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, ഹരേ സ്വാഗതം. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് ഇന്ന് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. കാര്യം രതിദേവി മാതാജിയുടെ ആം, മാതാജി കണ്ടില്ലല്ലോ. വീണ്ടും മാതാജി പുറത്തിറങ്ങിയോ? മാതാജി ഉണ്ടോ? ഉണ്ടല്ലേ. മാതാജിയുടെ ഒരു ഞാനുണ്ട്. ആ എങ്ങനെയുണ്ട് മാതാജി ആ കൂട്ടുകാരത്തിയുടെ മോന് ആക്സിഡന്റ് പറ്റി? ഓൻ പോയി. കൃഷ്ണ ഭഗവാനെ. ഇന്നത്തെ ചാൻഡിങ് ഡെഡിക്കേഷൻ ആയിരുന്നു. ആ, പക്ഷെ അത് എന്ത് പറ്റിയോ? സോളിന് വേണ്ടിയിട്ട് നമ്മള് എന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷെ മാതാജി പറയുമ്പോഴാണ് അറിയുന്നത് ആള് പോയെന്ന് പറഞ്ഞു. ഉം, എങ്ങനെ ഈ വേദന എങ്ങനെ ഒരു സഹിക്കും എന്നൊന്നും നമുക്കറിയില്ല. ഭഗവാന് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് അവർക്ക് സമാധാനം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമ്മളുടെ സോളിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചാൻഡിങ്. അങ്ങനെ ആകുമ്പം ഞാനെന്നാ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ആള് പോയെന്നുള്ള ഇവരെ അറിഞ്ഞില്ല. അപ്പം എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഒരു ആത്മാവിന് വേണ്ടി ആകട്ടെ എന്ന് ആത്മാവിന് വേണ്ടി ആകട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഭഗവത്ഗീത അതീന്ദ്രിയ ജ്ഞാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മള് കുറച്ച് സമയം പോയി. കാര്യം എന്റെ സൂമിന്റെ പ്രശ്നങ്ങൾ കാരണം. അപ്പൊ നമ്മള് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. മാതാജി മാതാജിയുടെ മെസ്സേജ് ഒന്നും കണ്ടുമില്ല. എനിക്ക് അറിയുമില്ലായിരുന്നു. എത്ര വയസ്സുള്ള എനിക്കൊന്നും ആളാണ്? പറ്റിയില്ല. 32. 32 അല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞ 32. ആളാണോ? കല്യാണം കഴിഞ്ഞ ആളാണോ? കല്യാണം കഴി കല്യാണം കഴിഞ്ഞു. 3.5 വയസ്സുള്ള ഒരു മോളും ഉണ്ട്. മോളും ഉണ്ട്. ആഹാ. ഈ ഒരു മോനെ ഉള്ളോ ടീച്ചറുടെ ഒരൊറ്റ ടീച്ചറിന്? മോനേ ഉള്ളൂ. 12 കൃഷ്ണ. വർഷം മക്കളില്ലാതിരുന്ന ഉം. ടീച്ചറുടെ 32ാമത്തെ വയസ്സിലെ മോനാണ്. അതെയല്ലേ. ഉം. കൃഷ്ണ. അവന്റെ എന്ത് പറ്റി 32ാമത്തെ മാതാജി? വയസ്സിൽ അവൻ പോയി. അവന്റെ എന്താന്ന് ആക്സിഡന്റ് മുപ്പത്തിരണ്ട് പറ്റി. പറ്റിയത്? അവന്റെ അവന്റെ 32ാമത്തെ വയസ്സിൽ അവൻ 32 പോവുകയും ചെയ്തു അല്ലേ. പോവുകയും ചെയ്തു. ഓ കൃഷ്ണ. കൃഷ്ണ ഭഗവാനെ. ആക്സിഡന്റ് വണ്ടി വന്നിടിച്ചല്ലേ? ബസ് അല്ലേ? ബസ്സല്ല, ട്രക്കാണിരുന്നു. ട്രക്ക് ട്രക്ക് വന്നിടിച്ചാണല്ലേ. വന്നിടിച്ചതാണ്. ഉം.
ഇറങ്ങി കൃഷ്ണ. നിന്നതാണ്. കാറിൽ നിന്ന് കൂട്ടുകാരനുണ്ടായിരുന്നു കൂടെ. അവന് VSSCയിലാണ്, വിക്രം സാരാഭായിലാണ് ജോലി. ഉം അപ്പം നൈറ്റ് നൈറ്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരനെ കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് അയാൾക്ക് എന്തോ ലഗേജ് എടുക്കാനുണ്ടായിരുന്നു. ബാഗ് എന്തോ ഡിക്കിയിലുണ്ടായിരുന്നു. ഉം ഡിക്കിയിൽ നിന്ന് ബാഗ് എടുത്തിട്ട് അവൻ റോഡ് വിട്ട് അപ്പുറത്ത് ഇറങ്ങിയത് ഡിക്കി അടച്ചോണ്ട് നിന്നതാണ്. ഉം അപ്പോഴാണ് ട്രക്ക് വന്ന് തട്ടുന്നത്. ഓ, ഭഗവാൻ. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ മരിച്ചു. ബുധനാഴ്ച ഇന്നലെ പുലർച്ചെ. വൈകിട്ട് 3 മണിക്കായിരുന്നു അടക്കമൊക്കെ. അതെല്ലേ. അപ്പൊ അവൻ ട്രക്കുകാരൻ റോങ് ആയിട്ട് വന്നാണ്, ട്രക്കുകാരൻ നിന്ന ആളെ ഉറങ്ങി വന്നതായിരിക്കാം എന്ന് പറയുന്നു. ഉം. എന്തോ ബാക്കി ഒന്നും അറിഞ്ഞൂടാ. വൈഫിനും VSSC തന്നെയാണ് ജോലി. അതെല്ലേ. ഉം. ടീച്ചറും സാറും ആറ്റിങ്ങലാണ്. കുടുംബവും വീടും ഒക്കെ ആറ്റിങ്ങലാണ്. പക്ഷെ ഇവരെല്ലാം കൂടെ ഇപ്പൊ അവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കാര്യവട്ടത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. താമസിക്കുന്നല്ലേ. അപ്പം വീട്ടിലേക്ക് വന്ന വഴിയാണ്. ഏ, എന്താ ഒന്നും ചെയ്യുക? പറയാനില്ല. എങ്ങനെ അവർ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറുന്ന ഒരു പിടുത്തവും ഇല്ല. ഭഗവാന് മാത്രമേ. എന്താണ് പോംവഴി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു പോംവഴിയും ഇല്ല. ഒരു പോംവഴിയില്ല. ഒന്നുകൂടെ ഇല്ല. ഒന്നുമില്ല. ഒന്നുമില്ല. സാറാണെങ്കിൽ അപ്പോഴും അബോധാവസ്ഥയിലാണ് സാറ് ഉം. കിംസിൽ അഡ്മിറ്റ് ആണ്. ഉം. എന്താ ചെയ്യുക എന്നൊന്നും അറിയാൻ വയ്യ. ഇവൻ നല്ലൊരു കുട്ടിയായിരുന്നു, പഠിക്കാനും മിടുക്കനായിരുന്നു, ഉം. നല്ല കഴിവുള്ള ഒരു കുഞ്ഞുമായിരുന്നു. ഉം. കൃഷ്ണ. ഉം. അത് ബോധമൊന്നും പിന്നെ വീണില്ല, കണ്ണൊന്നും തുറന്നുമില്ല. ആ പോയ അതേ അവസ്ഥയിൽ തന്നെ പോയത്. കാണാൻ പോലും പറ്റിയില്ലെന്നുള്ളത്. ആർക്കും ഒന്നും ICU പോലും അവരൊന്ന് കയറ്റി കാണിക്കാനോ അങ്ങനൊന്നും പറ്റിയില്ല. പിന്നെ അപ്പോഴേ മരിക്കും എന്നുള്ളത് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. കാര്യം ഇന്നലെ രാത്രി 8:30 ഞാൻ തിരിച്ചു വന്നപ്പോ. പിന്നെ എനിക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു പ്രഭുജി, എനിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. ബുധനാഴ്ച ഞങ്ങൾ പോയിരുന്നു. ബുധനാഴ്ച ചെന്നപ്പോ ഡെഡ് ബോഡി വൈകിട്ട് കൊണ്ടുവരും. അപ്പൊ ആ കുട്ടി, എന്റെ വൈഫ് എന്ന് പറയുന്ന രാജസ്ഥാനിയാണ്. രാജസ്ഥാനി എന്ന് പറഞ്ഞാലും അതിന്റെ മാമന്റെ മോളാണ്, ടീച്ചറുടെ സഹോദരന്റെ മോളാണ്. അദ്ദേഹം ഇവിടെ പിന്നെ മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ രാജസ്ഥാൻകാരിയാണ്. അവര് മിലിറ്ററി ഡോക്ടറാണ്. ആ കുട്ടിക്കും ഇവിടെ തന്നെയാണ് ജോലി. അപ്പൊ അവിടുന്ന് അവരൊക്കെ വരാനുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സഹോദരനും കണ്ട് വെളിയിലുണ്ടായിരുന്നു, ദുബായിലെങ്ങാണ്ടായിരുന്നു. അവർക്കൊക്കെ വരാനുള്ള താമസം കൊണ്ടാണ് പിന്നെ ഇന്നലെ 3 മണിക്കായിരുന്നു അടക്കമൊക്കെ. പിന്നെ എനിക്കൊന്ന് വിളിക്കാനോ എനിക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയായി പോയി. ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു, പ്രഭുജിയെ ഒന്ന് വിളിക്കാനും പറയാനും ഒന്നും എനിക്ക് പറ്റിയില്ല. ആരോടും പറഞ്ഞില്ല. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി എനിക്ക്. അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചായിരുന്നു അവൻ. ഞാൻ 12 വർഷം ആ സ്കൂളിൽ വർക്ക് ചെയ്ത്. ആ ഒരു കുഞ്ഞുനാള് മുതല് ഇങ്ങനെ ഒരു ഇല്ലാതിരുന്നുണ്ടായ ആ മാനെ എല്ലാരും ഒരു ഇതായിട്ട് കൊണ്ട് നടന്ന ഒരു കുഞ്ഞായിരുന്നു. നല്ലൊരു കുട്ടി. ഒന്നും പറയണ്ട. ഭഗവാൻ വിചാരിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അത്രമാത്രം. നമ്മൾക്കെല്ലാം ഉൾക്കൊള്ളാൻ. ഹരേ കൃഷ്ണ. പറയാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാണ്. യാതൊരു പരിഹാരവും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ലീലകളൊന്നും നമുക്കറിയില്ല ഭഗവാന്റെ. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം കുട്ടിയുടെ ആത്മാവിന് വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ദുഃഖം എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാൻ കുറച്ചു കൊടുക്കട്ടെ. കാലമെല്ലാം മറയ്ക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു തീരാ ദുഃഖമാണത്. പക്ഷെ എത്രയും പെട്ടെന്ന് അവർക്ക് റിക്കവർ ആകാനായിട്ട് സാധിക്കട്ടെ, പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശ്ലോകം എത്രാമത്തെയാണെന്ന് അറിയാമോ?
31, 32, 33. 31, 32. അപ്പം ഇന്നത്തെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം 31. ന്യായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമഃ. ന്യായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമഃ. ന്യായം ലോകൈസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമഃ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ന്യായം ലോകോസ്യ യജ്ഞസ്യ കുതോന്യ കുരുസത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. ന്യായം ലോകോസ്ത്യ യജ്ഞസ്യ കുതോന്യഃ കുരു സത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരു സത്തമ. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപദ തർജ്ജമ സതി മാതാജി. സതി മാതാജിക്ക് മ്യൂട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ തന്നെ വായിച്ചോളാം. കുരുസത്തമ പ്രഭു ആ ഞാൻ പറയാൻ മ്യൂട്ട് മാറ്റാൻ മറന്നുപോയി പ്രഭു. അതാണ് ഇത് 4:31 പ്രഭു. അതെ 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 അതെ. 4-ാം അധ്യായത്തില് 31. അതില് ഞാൻ ലാസ്റ്റ് ഇതില് വേറെ തരത്തിലുണ്ട്. പ്രഭു ഒന്ന് സെക്കൻഡ് ക്ഷമിക്കും. എല്ലാം പോയി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനാണോ പ്രഭു വായിക്കേണ്ടത്? പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. കുരുസത്തമ, അല്ലയോ കുരുശ്രേഷ്ഠ. അയജ്ഞസ്യ, യജ്ഞാനുഷ്ഠാനമില്ലാത്തവന്. അയം ലോക, ഈ ലോകം. നാസ്തി, ഇല്ല. അന്യമായ ലോകം. കുത, എങ്ങനെ. ഭവിഷ്യതി, ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. കുരുശ്രേഷ്ഠ, യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാൻ ആവില്ല, പിന്നെയല്ലേ പരലോകത്തിൽ എന്ന് ഇവിടെ ആര് ചോദിക്കുന്നതാണ്? കുരുശ്രേഷ്ഠ എന്ന് പറയുമ്പോൾ അതാരെയാണ്? അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നതാണ്. യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല, പിന്നെയല്ലേ പരലോകത്തിൽ എന്ന് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരു ചോദ്യം. അപ്പൊ അതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൃഷ്ണകുമാരി മാതാജി, ഭാവാർത്ഥം. കൃഷ്ണ. ഭാവാർത്ഥം. ലോകത്തിൽ ഏതു തരത്തിലുള്ള ഭൗതിക അവസ്ഥയിലായിരുന്നാലും ഒരാൾ തന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞൻ തന്നെ. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പെരുകി വരുന്ന പ്രതികരണങ്ങൾ മൂലമാണ്. അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം. പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതിക അസ്തിത്വത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പരിധിയേ ഉള്ളൂ. മനുഷ്യജന്മം, ധർമ്മം, സാമ്പത്തിക മേന്മ, നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം, അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദങ്ങൾ നൽകുന്നുണ്ട്. ധർമാചരണം മുൻപറഞ്ഞ വിവിധ യജ്ഞങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉതകും. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാര പദാർത്ഥങ്ങളും പാൽ മുതലായവയും ലഭിക്കുന്നതാണ്. ജനപ്പെരുപ്പം ഉണ്ടായിരുന്നാൽ പോലും ശരീരത്തിൽ വേണ്ടുന്ന ഭക്ഷണം ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം ഇന്ദ്രിയ സുഖമാണ്. അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹ കർമ്മം വിധിച്ചു. അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത.
മുമ്പ് വിവരിച്ചിട്ടുള്ളതുപോലെ യജ്ഞത്തിലൂടെയാണ് ഈ പരിപൂർണത കൈവരുന്നത്. വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും? അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ? വ്യത്യസ്തങ്ങളായ ദിവ്യ ലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക സുഖങ്ങളുണ്ട്. അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗം അത്ര കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നു ഭഗവാൻ, ഇല്ലയോ കുരുശ്രേഷ്ഠ, യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടുകൂടി ജീവിക്കാനാവില്ല. അപ്പം വേദങ്ങളിൽ ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരുപാട് തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കാണ്ട് വിഭാവന ചെയ്തിട്ടുണ്ട് അല്ലെ. പണ്ടൊക്കെ ഭഗവാനെ, അതായത് നമുക്കറിയാം സത്യയുഗത്തിലൊക്കെ ധ്യാനമായിരുന്നു, അതുപോലെ ത്രേതായുഗത്തിലൊക്കെ യജ്ഞം അനുഷ്ഠിക്കുക എന്നായിരുന്നു, യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അതായത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് വിഭാവനം ചെയ്തിരുന്നത്. കുട്ടികൾ ഉണ്ടാകാത്ത ആൾക്കാർക്കാണെങ്കിൽ എന്താണ് പുത്രകാമേഷ്ടി, മഴ ഒക്കെ പെയ്യാനായിട്ട് അതിരാത്രം, പിന്നെ സോമയാഗം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അശ്വമേധമായിരുന്നു ഒന്ന് അല്ലെ. അശ്വമേധ 100 ചെയ്തു കഴിഞ്ഞാൽ ആരായി മാറും? ഇന്ദ്രനായി മാറും അല്ലെ, ശതക്രതു. അതുപോലെ തന്നെ അശ്വമേധയാഗം 100 ചെയ്യാതെ 99 ചെയ്ത ഒരാളുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാണ്? പൃഥു മഹാരാജാവ് അല്ലെ. ഏകോന ശതക്രതു എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ആള്. പിന്നെ ഞാൻ എന്താണ് പറയുന്നത്, നമുക്കറിയാം ശ്രീരാമചന്ദ്ര ഭഗവാൻ അശ്വമേധ യാഗം നടത്തിയ കാര്യവും നമുക്കറിയാം അല്ലെ. ത്രേതായുഗത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും ആയിരുന്നു. ശ്രീരാമചന്ദ്രൻ നടത്തിയ അശ്വമേധ യാഗത്തിലെ യാഗാശ്വത്തെ പിടിച്ചു കിട്ടിയത് ആരായിരുന്നു? ലവകുശന്മാര്. പക്ഷെ പൃഥു മഹാരാജ് ചെയ്ത യാഗത്തിലെ യാഗാശ്വങ്ങളെ പിടിച്ചു കിട്ടിയത് ഇന്ദ്രന്റെ പുത്രനായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഇതാണ് ഭഗവാനെ പ്രാപിക്കാനായിട്ടുള്ള മാർഗങ്ങള്. യജ്ഞം എന്ന് പറഞ്ഞ വിഷ്ണു ആണല്ലോ. വിഷ്ണുവിനെ കിട്ടാനായിട്ടുള്ള മാർഗങ്ങള് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതനുസരിച്ചിട്ട് ആ യജ്ഞങ്ങള് അതിന്റെ വിധിയാവണ്ണം അനുഷ്ഠിക്കണം. അങ്ങനെ ദ്വാപരയുഗം വന്നപ്പോഴത്തേന് യജ്ഞങ്ങളും ഉണ്ട്. 50% യജ്ഞങ്ങളും, പിന്നെ യജ്ഞം ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി അത് ഇതെല്ലാം കുറഞ്ഞു വന്നപ്പോഴത്തേന് എന്താണ്, ടെമ്പിൾ വർഷിപ്പ് തുടങ്ങി. ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിട്ട് ആ വിഗ്രഹത്തിൽ നമ്മൾ വിശ്വാസം തുടങ്ങി. ഈ യാഗങ്ങളോ യജ്ഞങ്ങളോ ഒക്കെ അത്ര ഫലഭൂഷ്ടമായ ഇതായിട്ട് കണ്ടില്ല. കാര്യം അതിനുള്ള ടൈം ഇല്ല. 1000 വർഷമേ ഉള്ളൂ. 10,000 വർഷത്തിൽ നിന്ന് 1000 വർഷമായിട്ട് ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ ടെമ്പിൾ വർഷിപ്പ് കൂടെ തുടങ്ങി. ഡയറ്റി ആയിട്ട് ഭഗവാനെ കണ്ടിട്ട് ആ രീതിയിൽ വർഷിപ്പും തുടങ്ങി. അപ്പൊ അത് പൂജാരികൾക്ക് പ്രശസ്തിയൊക്കെ വന്നു തുടങ്ങി. ഭഗവാനെ വിഗ്രഹ രൂപത്തിൽ കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ വന്ന് കലിയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് ഈ പറയുന്ന യജ്ഞങ്ങളും ഒക്കെ അനുഷ്ഠിക്കാനും അത് നേരെ ചൊവ്വാനുള്ള സമയമില്ല, ആയുസില്ല ആൾക്കാർക്ക്. അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും സമയമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇത് നേരെ ചൊവ്വ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? അത് പറഞ്ഞു കൊടുക്കാൻ തക്കതായ ആൾക്കാരുണ്ടോ? ഇല്ല. അതിനുള്ള സമയമില്ല, കാലമില്ല, സ്ഥലമില്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും കലിയുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന് കുറവ് അനുഭവപ്പെട്ടത് കൊണ്ട് എന്താണ്, കലിയുഗത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഒരേ ഒരു യജ്ഞമാണ് എന്താണ്, നാമസങ്കീർത്തന യജ്ഞം. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘം ചെയ്തിട്ടുള്ള ഒരു കീർത്തന യജ്ഞമാണ്. സംഘം ചെയ്തിട്ട് ഭഗവാനെ പ്രകീർത്തിക്കുക. നമ്മളിപ്പോ ഒറ്റയ്ക്ക് പാടുവാണെങ്കിൽ അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപം എന്ന് പറയും അല്ലെ. ഒറ്റയ്ക്ക് ജപിക്കുന്ന ജപം എന്ന് പറയും. എന്നാൽ സംഘം ചേർന്ന് കൂട്ടായിട്ട് ജപിക്കുന്നതിനാണ് സങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സങ്കീർത്തനം, ഹരേർ നാമ ഇവ കേവലം കലവു നാസ്തിയവ ഗതിരണ്യത. ഹരിനാമം അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല കലിയുഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇത് ആര് എപ്പം എവിടെ പറഞ്ഞു എന്നതിനെ പറ്റി ആർക്കാ പറയാൻ പറ്റുന്നത്? ഈ പറയുന്ന ശ്ലോകം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഭാഗവതത്തിലെ ലാസ്റ്റ് ശ്ലോകം. 13ാമത്തെ സ്കന്ധത്തിൽ ലാസ്റ്റില് പറയുന്നത്. 12ാമത്തെ 13 സ്കന്ധം ഇല്ല മാതാജി, 12. 12ാമത്തെ സ്കന്ധത്തിൽ അവസാനത്തെ ശ്ലോകമാണ് അല്ലെ.
അതായത് 18,000-ാമത്തെ അല്ല ശ്ലോകത്തിലാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം മുഴുവൻ പറഞ്ഞിട്ട് വേദവ്യാസ മുനി പറയുവാണ് ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നാമസങ്കീർത്തനം നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൊരു വഴി, അല്ലെ? സർവ സർവപാപം പാപ പ്രണാശനം, എല്ലാ പാപങ്ങളെയും അത് മാറ്റിത്തരും. പിന്നെ എന്താണ്? പ്രണാമോ ദുഃഖശമന തം നമ. അങ്ങനെയുള്ള ആരുടെ നാമമാണോ ജപിക്കുന്നത് ആ ഹരിയെ പ്രണമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്, എല്ലാ ഹരിയും ഹരിയുടെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് കലിയുഗത്തിൽ ഈ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, അർജുനോട് പറയാണ് യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ സന്തുഷ്ടിയോടുകൂടി ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മളപ്പോ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ കണ്ടു, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ കണ്ടു, നമ്മള് എന്താണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മള് ഭഗവാനായിട്ടുള്ള സമർപ്പണം അല്ലെങ്കിൽ യജ്ഞമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലും യജ്ഞം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ യജ്ഞം നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു യജ്ഞമാണ് ദഹനം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന നാമസങ്കീർത്തനം യജ്ഞമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുമ്പോൾ അതൊരു യജ്ഞമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിവേദ്യം പ്രസാദമാക്കി നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഒരു യജ്ഞം നടക്കുന്നു, അല്ലെ? അപ്പൊ യജ്ഞാഗ്നിയും എന്താണ്? ആത്മീയ സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്രഹ്മാർപ്പണം എന്നുള്ള ആ ശ്ലോകത്തിൽ കണ്ടത്. അതിന്റെ ഹവിസും എല്ലാം തന്നെ ആത്മീയ സ്വഭാവമുള്ളതാണ്, അതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ എന്നാണ് നമ്മൾ ആ ശ്ലോകത്തിൽ കണ്ടത്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയുവാണ്, നമുക്ക് സന്തുഷ്ടിയോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കാതെ വയ്യ, പിന്നെയല്ലേ പരലോകത്തിൽ എന്ന് ഭഗവാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ പരലോകത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സന്തുഷ്ടരാണെങ്കിൽ, അതായത് മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേവലോകം വരെയൊക്കെ എത്തിച്ചേരാണ്ട് പറ്റും, അല്ലെ? 100 യജ്ഞം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വരെ ചെല്ലും? ദേവേന്ദ്രന്റെ പദവിയിൽ എത്തിച്ചേരും, അല്ലെ? അവിടെ കുറെ സുഖ സൗകര്യങ്ങളൊക്കെ ഈ നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ട് അനുഭവിച്ചിട്ട് തിരിച്ച് അതിന്റെ ആ ഒരു പുണ്യത്തിന്റെ ഫലം തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഭൗതിക ലോകത്തിലേക്ക് ജനിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോവർ പ്ലാനറ്ററി സിസ്റ്റം എവിടെ വേണേലും ആകാം, അങ്ങോട്ടേക്ക് താഴ്ത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദേവന്മാർക്ക് എന്നാൽ ഒപ്പുലൻസസ്, ഐശ്വര്യങ്ങളും ഇതെല്ലാം കൂടുമ്പോഴത്തേനും അവർക്ക് അഹങ്കാരവും വന്നു ചേരും. അപ്പൊ അതനുസരിച്ചിട്ട് പോരേണ്ടി വരും. പക്ഷെ അപ്പൊ ഈ പരലോകത്തിൽ നമുക്ക് എന്താണ് സന്തുഷ്ടി കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്തുഷ്ടി നമ്മൾ ചെയ്ത ഗുണത്തിനനുസരിച്ചിട്ടുള്ള സന്തുഷ്ടിയെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്ത ഗുണങ്ങളുടെ ഫലങ്ങൾ നശിക്കുമ്പോഴേക്കും ആ ഒരു സന്തുഷ്ടിയുടെ കാഠിന്യം കുറഞ്ഞ് നമ്മൾ വീണ്ടും താഴേക്ക് പോരേണ്ടി വരും. അപ്പൊ നമ്മള് എങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന യജ്ഞങ്ങൾ നമ്മൾ ഇവിടെ അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ സന്തുഷ്ടമായിട്ടുള്ള രീതിയിലുള്ള യജ്ഞം ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മൾ ഈ പറയുന്ന പരലോകം എന്നുള്ളത് ഈ ഭൗതിക ലോകത്തിലെ പരലോകം അല്ലാതെ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും? ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, നമ്മളുടെ ഒറിജിനൽ ഭവനം എന്ന് പറഞ്ഞാൽ ഗോലോക വൃന്ദാവനം, നമ്മളുടെ യഥാർത്ഥ വീട്ടിലേക്ക് എങ്ങനെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, എങ്ങനെ പോകാനായിട്ട് സാധിക്കും തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് നമ്മൾ ഈ ചെയ്യുന്നതല്ല, അല്ലെ? നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ ഈ കർമ്മ മാർഗത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ കാര്യം. അല്ലാതെ നമുക്ക് ഭാവമില്ല, ഭക്തിയില്ല. ഭക്തിയുടെ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഭാവം വരുന്നത്. ഭാവമില്ല, പ്രേമമില്ല. ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ്? സേവ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സേവ അല്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? ഇതും ഭഗവാൻ അർപ്പിച്ചിട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ ഇങ്ങോട്ടേക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു വാത്സല്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ തോന്നി നമുക്ക് എന്ത് ചെയ്യും? ഭക്തി തരും. ഭക്തി തന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭാവം തരും, ഭാവഭക്തി തരും. ഭാവഭക്തി തന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ടോപ്പ് മോസ്റ്റ് PhD ലെവലിലേക്ക് പോകും, പ്രേമ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വരും, ഗോപികമാരുടെ ഭക്തി. അപ്പം ഇതെല്ലാം സ്റ്റേജസ് ആണ്. അതെല്ലാം ഈ ജന്മത്തിൽ തന്നെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. കാര്യം നമുക്ക് തന്നെ അറിയാം, നമുക്കിപ്പം ഈ ഭഗവാന്റെ കഥ കേൾക്കാനായിട്ട് നമ്മളിപ്പോ ഒരു കുറച്ചൊക്കെ
ഭഗവാനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കേട്ടത് ഒന്നുകൂടെ ആണെങ്കിൽ ചിലർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അയ്യോ ഇത് ഞാൻ കേട്ടതാണല്ലോ ഈ കഥ എന്ന് പറഞ്ഞിട്ട് ചിലർ അത് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആ സമയത്ത് മൊബൈൽ നോക്കാനായിട്ടോ പോകും അല്ലേ. ചിലര് എന്ത് ചെയ്യും, "ഓ, ഇത് ഞാൻ ഒരുപാട് കേട്ടതാണ്, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യും." പലരും ഇങ്ങനെ ഈ ബാക്ക് സ്ക്രീനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ചിലപ്പോൾ കറി കരിഞ്ഞുകൊണ്ടായിരിക്കും. ചിലര് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് മുരളീഹസ്ത പ്രഭു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, സതീമാതാജിയോട് സംസാരിച്ച പോലെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരോടും വീഡിയോ ഓൺ ആക്കി ഇരിക്കാണ്ട് പറയാറുണ്ട്. ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്ട്, ഞാൻ അത്രയും എന്താണ് ഉയർന്ന ആളല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. കാര്യം ഈ കാണുന്ന ഈ 4, 3, 7 പേരും പോലും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ഇത് കാണത്തില്ല. കാര്യം ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലൗഡ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെവിയിൽ ഇത് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന് ജോലി ചെയ്യുക. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വയ്യായികയൊക്കെ ആയിട്ട് കട്ടിലിൽ കിടപ്പാണ്, അപ്പൊ കിടന്നുകൊണ്ട് കേൾക്കുക. അങ്ങനെയുള്ള 3-4 സാഹചര്യത്തില് ഈ വീഡിയോ ഓഫ് ചെയ്യാനായിട്ട് അലൗഡ് ആണ്. അല്ലാത്ത അല്ലാത്തവരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ അവർക്ക് ഞാൻ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സല്ലേ, അതുകൊണ്ട് എങ്ങനെ വീഡിയോ ഓണാക്കും എന്നൊക്കെ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് അതിലും ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളവര് പലരും തന്നെ കാണാതെ ആകുന്ന കാരണം. അപ്പൊ അതുകൊണ്ട് കാര്യം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ, നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ, നിങ്ങളിലേക്ക് അത് എത്തിയോ? ഞാൻ ഈ കിടന്ന് ഈ തൊണ്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ, അത് എല്ലാവരിലേക്ക് എത്തിയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാര്യം നമുക്ക് ചില കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. അതല്ല, ചില ക്ലാസ്സുകളിൽ ഇങ്ങനെ നോക്കും, ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു മൂഡില്ല ക്ലാസ് എടുക്കാനായിട്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ, നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുക. യാതൊരു എന്താണ് ഇതിന് രാധിക മാതാജി ഇപ്പം വെളിച്ചത്ത് വന്നു. ഹരേ കൃഷ്ണ മാതാജി, മാതാജിയുടെ യഥാർത്ഥ സ്വരൂപം കാണാനായിട്ട് സാധിച്ചു. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കുക നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തില്ല. ഹരി ബോൾ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം, നമ്മള് ഈ ഭക്തിയും ഭാവവും ഭക്തി സ്നേഹം കഴിഞ്ഞിട്ട് സ്നേഹത്തിന്റെ ലെവല് മാറി കഴിഞ്ഞിട്ട് ഭക്തി തന്നു, ഭക്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഭാവം തന്നു, ഭാവം തന്നു കഴിഞ്ഞ് പ്രേമം. ഈ ലെവലിലേക്കൊക്കെ മാറാനായിട്ടുള്ള പ്രോസസ്സാണ് എന്താണ് ഈ യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞല്ലേ, ഭഗവാനെ സന്തുഷ്ടിപ്പെടുത്താനായിട്ട്. ആ യജ്ഞം എന്നുള്ള പേരിൽ നമ്മൾ മറ്റുള്ള യുഗങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ ഈ യുഗത്തിൽ, ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് നാമസങ്കീർത്തന യജ്ഞമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർത്തവ്യങ്ങളും, ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ സേവയും നമുക്കത് യജ്ഞമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിൽ ഒരു സന്തുഷ്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ ഈ ചെയ്ത കർമ്മത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് സന്തുഷ്ടനായിരുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് ഇത് പോരാ എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിത് മനസ്സിന് എന്തോക്കെ ഒരു ഇതുണ്ട്, എനിക്ക് എന്റെ ഒരു ഫലം കിട്ടുന്നില്ല, എന്തോ ചെയ്തതിൽ ഒരു പോരായ്മ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ രസമേ നടന്നുള്ളൂ, രാസം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. രസം എന്തെന്നാണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. രാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ നമ്മളെ നോക്കുന്നു, ഭഗവാൻ സന്തോഷിച്ച്, ഭഗവാൻ ഗോപികമാരുടെ അടുത്തേക്ക് ഭഗവാനായിട്ട് എത്തുമ്പോൾ അതിനെ രാസം എന്ന് പറയുന്നു. എന്നാൽ ഗോപികമാര് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനെ രസം എന്ന് പറയുന്നു. കാര്യം അവരുടെ സെൻസ് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിനെ രസമെന്നും, അതുപോലെ തന്നെ ഭഗവാന്റെ എൻജോയ്മെന്റിനായിട്ട് ചെയ്യുമ്പോൾ അതിനെ രാസം എന്നും. ഭഗവാൻ നമ്മളിലേക്ക് എത്തുക, അതാണ് നമ്മളുടെ ഉദ്ദേശം അല്ലേ. ഭഗവാൻ നമ്മളെ കാണണം, നമ്മൾ ഭഗവാനെ കാണുന്നതിലുപരി അല്ലേ. അപ്പൊ അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആ ഒരു രാസം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മള് രാസലീല ഭാഗവത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ആ രാസലീല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തരുടെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു സമ്മേളനം, അതിനെയാണ് രാസം എന്ന് പറയുന്നത്. അപ്പം 32ാമത്തെ ശ്ലോകം, ഏവം ബഹുവിധ യജ്ഞ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധ യജ്ഞ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഹരേ കൃഷ്ണ,
മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ. ഏവം ബഹുവിധാ യജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് സബിത മാതാജി. ഹരേ കൃഷ്ണ. ഏവം ബഹുവിധാ യജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷസേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഏവം ബഹുവിധാ യജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷസേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പോൾ ഇതിന്റെ പദാനുപദ തർജ്ജമ ജയ് ശ്രീല പ്രഭാത്. ഏവം ഇപ്രകാരം ബഹുവിധങ്ങളായ യജ്ഞങ്ങൾ ബ്രഹ്മണ വേദത്തിന്റെ മുഖത്തിൽ വിസ്മൃതങ്ങളായിട്ടുണ്ട്. താൻ സർവാൻ അവയെല്ലാം കർമ്മജങ്ങളെന്ന് വിധി നീ ധരിച്ചാലും ഏവം ഇങ്ങനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് വിമോക്ഷ്യസേ നീ മുക്തനായി ഭവിക്കും. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുള്ളവായവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പം ഈ സത്യം മനസ്സിലാക്കിയാൽ തന്നെ നിനക്ക് മുക്തി നേടാമെന്ന് ഭഗവാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ശ്ലോകം ശ്രദ്ധിച്ചോണം. വിവിധ തരത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. അപ്പം വേദസമ്മതങ്ങൾ വേദത്തിൽ ഈ പറയുന്ന യജ്ഞങ്ങളെ പറ്റി പലതരത്തിലുള്ള യജ്ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ വേദം എന്ന് പറയുന്ന ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ് അല്ലെ. ഭഗവാനാണ് ഈ വേദങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. എന്നിട്ട് ബ്രഹ്മദേവനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായ നാരദമുനിക്ക്, അങ്ങനെ വ്യാസദേവന് കിട്ടി. വ്യാസദേവൻ അത് 4ആയിട്ട് പകുത്തു. അങ്ങനെയാണ് ഈ വേദങ്ങള് 4 വേദങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ 4 വേദങ്ങൾ പോലും അപ്രാപ്യങ്ങളാണ്. അത്ര വലിയ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ആധികാരികമാണ്. കാര്യം അത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വേദങ്ങള്. അപ്പൊ വേദസമ്മതങ്ങളാണ്. ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുള്ളവയാണ്. അപ്പൊ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ യജ്ഞങ്ങളൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നുള്ളവായിട്ടുള്ളവയാണ്. അതായത് വെറുതെ നമുക്കൊരു യജ്ഞം ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതിന്റെ പ്രവൃത്തി ചെയ്യണം അല്ലെ. പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ കർമ്മം ചെയ്താൽ മാത്രമേ യജ്ഞം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് യജ്ഞം ചെയ്താൻ പറഞ്ഞ് നടക്കും. മറ്റേ ഈ ആകാശമാണെങ്കിൽ ഒരു ഈ ആകാശത്തിനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണല്ലേ. അതിനെ ആരും പിടിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഭടന്മാരെല്ലാം പോകണം. ആരെങ്കിലും പിടിച്ചു കിട്ടിയാൽ അവരുമായിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അതുപോലെ അതിന്റെ തുടക്കത്തിൽ ഒരുപാട് ഹോമവും അതുമെല്ലാം നടത്തിയതിനു ശേഷമാണ് ഈ ആകാശത്തെ അവിടെ കെട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ആകാശത്തെ അഴിച്ചു വിടുന്നതും. അങ്ങനെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ചടങ്ങുകളും ആചാര്യ വിധികളും ഒക്കെ ഉണ്ട്. നമ്മള് ഇവിടെ കണ്ടു, പുത്രകാമേഷ്ടിയിൽ കണ്ടു. അതിന് യോഗ്യനായിട്ടുള്ള ഒരാളെയാണ് വിളിച്ചു വരുത്തിയത് അല്ലെ, പുത്രകാമേഷ്ടി യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്. അത് ആരായിരുന്നു ആ യോഗ്യനായിട്ടുള്ള വ്യക്തി? ഋഷ്യശൃംഗൻ. ഹരി പോലെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഹരേ കൃഷ്ണ. അപ്പൊ രാമായണം വായിക്കുന്നതിന്റെ ആ ഒരു ഇത് ഓർമ്മ അല്ലെ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകളുടെ ഭർത്താവ്. ശാന്തയുടെ ഭർത്താവ്. ഋഷ്യശൃംഗനാണ് വന്ന് ആ ഒരു യജ്ഞകർത്താവായിട്ട് വന്നത് അല്ലെ. അപ്പൊ ആ യജ്ഞം ചെയ്ത് കഴിഞ്ഞപ്പോൾ യജ്ഞകുണ്ഡത്തിൽ ആരാണ് ഈ പായസവുമായിട്ട് വന്നത്? അഗ്നിദേവനാണ്. അഗ്നിദേവനാണ് വന്നത് അല്ലെ. അപ്പൊ അത് ചെയ്യുന്നതിനൊക്കെ ഓരോ വിധിയുണ്ട്. അതിനു വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ഒരുക്കമായിരിക്കും അല്ലെ. ഒരു യജ്ഞശാല, ഒരു യജ്ഞത്തിന്റെ സ്ഥലം കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് അല്ലെ. യജ്ഞത്തിലുള്ള സ്ഥലം കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം അതിന് പറ്റിയ ആചാര്യനെ വരിക്കുക. ആചാര്യനെ വരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമൊക്കെ വെച്ചിട്ട്, അതായത് നമ്മളുടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ, ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ
കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ മുനിയൊക്കെ വന്ന് എന്താണ് ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിന് പറ്റിയ ആചാര്യൻ ഏത് കുലത്തിലുള്ളതായിരിക്കണം, ഏത് ദിക്കിൽ നിന്നുള്ളതായിരിക്കണം, ഏത് ആം, ആ, രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഈ അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അദ്ദേഹം വന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും പ്രശ്നമൊക്കെ വെച്ച് നോക്കി അടുത്ത ആളെ കണ്ടെത്തണം. എന്നിട്ട് അടുത്ത ആളുടെ ഇടയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതവും ഡേറ്റും ഒക്കെ നോക്കുമ്പോൾ ആ ദിവസം ഈ രാജാവിന്റെയും ഈ രാജ്ഞിമാരുടെയും ഒക്കെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണോ എന്ന് നോക്കണം. അപ്പൊ എന്താണ് തെരഞ്ഞെടുക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ആചാര്യൻ, അതുപോലെ തന്നെ അത് ചെയ്യുന്ന ടൈം, ഏത് സമയത്താണ് ഇത് തുടങ്ങേണ്ടത്, ഏത് സമയത്ത് അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട ആ യജ്ഞത്തിൽ ചെയ്യേണ്ട ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങളാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, പിന്നെ ഇതിന് ഏതൊക്കെ ഐറ്റങ്ങൾ കൊണ്ടുപോകണം. അതായത് ഗംഗാജലം വേണം, ചിലപ്പോൾ സഹസ്ര തീർത്ഥങ്ങൾ, 1000 തീർത്ഥങ്ങളിൽ നിന്നുള്ള വെള്ളം വേണം, 1000 കുടം വെള്ളം. അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ ഈ ദേവവൃക്ഷങ്ങളുണ്ട് അല്ലെ, ഈ ദേവവൃക്ഷങ്ങളുടെ ഒക്കെ ചില്ലകളൊക്കെ ഉണക്കി അത് നിഴലിലൊക്കെ ഇട്ട് ഉണക്കിയത്, നിലാവിലൊക്കെ ഇട്ട് ഉണക്കിയത്. നിലാവിലിട്ട് ഉണക്കാന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില സാധനങ്ങൾ വെക്കേണ്ടി വരും, എത്ര ഔഷധ ദ്രവ്യങ്ങള് അതിനകത്ത് ഹോമിക്കേണ്ടി വരും. ഇതെല്ലാം സംഘടിപ്പിക്കണം, ഇത്രയും വെള്ളം സംഭരിക്കണം, എന്നിട്ട് ഇവർക്കെല്ലാം കൊടുക്കാനുള്ള ദക്ഷിണ, അവർക്കുള്ള വസ്ത്രങ്ങള്, ഇതെല്ലാം സംഘടിപ്പിക്കും. ഇതെല്ലാം ആ കർമ്മത്തിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ് ഈ കർമ്മങ്ങളിൽ നിന്നും ആണ് ഇതെല്ലാം ഉളവാകുന്നത്. ഈ സത്യം മനസ്സിലാക്കിയാൽ തന്നെ നിനക്ക് മുക്തി നേടും. ഇതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള വസ്തുതകള്, എന്നിട്ട് ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടി ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അതിൽ നിന്ന് സംതൃപ്തി നേടിയതിന്റെ ഫലമായിട്ടാണല്ലോ ആ യജ്ഞത്തിൽ അഗ്നിദേവൻ എന്താണ് പായസവുമായിട്ട് വന്നത്. കാര്യം ആ പായസം കഴിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അത് പിറക്കാൻ പോകുന്നത്? ആ പായസത്തിൽ കൂടെ ഭഗവാൻ തന്നെ എന്താണ് ചെയ്യുന്നത്? അവരുടെ പുത്രനായിട്ടാണ് പിറന്നത് അല്ലെ. ആ യജ്ഞ അതെ. ശിഷ്ടമായിട്ടുള്ള ആ പായസം അഗ്നിദേവൻ കൊടുത്തത് കഴിച്ചപ്പോൾ തന്നെ സാക്ഷാൽ ഭഗവാനും അദ്ദേഹത്തിന്റെ പാർഷദന്മാരുമാണ് അവിടെ അവതാരം എടുത്തത് അല്ലെ. അപ്പം ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്ലീസ് ചെയ്യാനായിട്ടാണെങ്കിൽ ആ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള യജ്ഞമാണ്, വളരെ സന്തുഷ്ടി തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്. ആ യജ്ഞത്തിന്റെ ഫലമായിട്ട് അവിടെ മുഴുവൻ ആനന്ദമായിരുന്നു അല്ലെ. അത്രയും നാളും ഒരു ആൺകുട്ടി ഇല്ലാത്ത കാരണം, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ദശരഥ മഹാരാജാവിന്. ആൺകുട്ടി ഇല്ലാത്തവരുടെ അവസ്ഥ വളരെ മോശമാണ് അല്ലെ. രാജ്യം അപ്പാടെ എന്താണ് അധികാരികള് പിന്നീടുള്ള ആൾക്കാരില്ലാതെ, എന്താണ് പിൻതലമുറക്കാരില്ലാതെ രാജ്യം അങ്ങ് പാടെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ആൺകുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞ ഏതൊരു രാജാവിനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ കാര്യമാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആണ് ചെയ്തത്. കാര്യം ഈ തലമുറ നിലനിന്നുകൊണ്ട് രഘുവംശമാണ് അല്ലെ, സൂര്യവംശത്തിൽ പെട്ടാണ് ഈ തലമുറ. അങ്ങ് ഇക്ഷ്വാകുവിന്റെ ഒക്കെ ഭഗവാൻ അങ്ങ് ഉപദേശിച്ചു കൊടുത്താണല്ലോ, ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ആ ഇക്ഷ്വാകുവിന്റെ ഒക്കെ വംശത്തിൽ പെട്ട ആ ഒരു കുലത്തിലാണ് ഭഗവാൻ തെരഞ്ഞെടുത്ത് വന്ന് ജനിക്കാൻ വേണ്ടിയിട്ടല്ലേ, ശ്രീരാമചന്ദ്രൻ. അപ്പം രഘുവിന്റെ കുലത്തിൽപ്പെട്ട, അതിൽ സൂര്യവംശത്തിൽപ്പെട്ട ആ പരമ്പരകൾ മുഴുവൻ ഇന്നാളെ ഒരു മാതാജി ഇങ്ങനെ കാണാതെ പറയുന്നുണ്ട്. ഒരു പ്രഭു ഉണ്ടായിരുന്നു, നമ്മൾ ഹിന്ദിക്കാരാണ്, അവരിങ്ങനെ ഇത്രയും പരമ്പരകളിലുള്ള ആൾക്കാരുടെ പേര് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുന്നത്. അപ്പം സൂര്യദേവൻ മുതൽ ഇങ്ങോട്ടേക്ക് തുടങ്ങി രഘു എന്ന് പറയുന്ന ആളുണ്ട്, അങ്ങനെ ഇക്ഷ്വാകു, നിമി, അങ്ങനെ ദശരഥൻ, ഇങ്ങനെ അത് പോകുന്ന ആ ഒരു പരമ്പര പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ചന്ദ്രവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ചന്ദ്രവംശത്തിലാണ് അവതരിച്ചത്. അപ്പൊ അങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയാൽ തന്നെ മുക്തി നേടാം. അപ്പൊ ഇതിന്റെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജ്ഞാനം തന്നെ നമ്മളെ മുക്തിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അടുത്തത് അതിന്റെ ഭാവാർത്ഥം വായിച്ചിട്ടില്ല. ഭാവാർത്ഥം നമുക്ക് സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: മുൻപ് വിവരിച്ചതുപോലെ പലതരത്തിലുള്ള പ്രവർത്തകർക്ക് അനുയോജ്യമായ വിധത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യർ
അവബോധത്തിൽ മുഴുകി നിൽക്കുന്നു. ആയതിനാൽ ഈ യജ്ഞങ്ങളെല്ലാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അവയുടെയെല്ലാം അന്തിമ ലക്ഷ്യം ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണു താനും. ഇത് ഭഗവാൻ സ്വയം വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം ഈ നമ്മളൊക്കെ ചെയ്യുന്ന യജ്ഞം ശാരീരിക പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കുടുങ്ങി പോകും അല്ലെ. നമ്മൾക്ക് ഇപ്പൊ ഒരു ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബംഗ്ലാവ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിൽ വീണ്ടും നമ്മളെ അത് ഇവിടെ ഇട്ട് കറക്കുകയേ ചെയ്യുള്ളൂ അല്ലെ. നമ്മളത് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ആണെങ്കിൽ അത് അത് തീർച്ചയായിട്ടും അത് നമുക്ക് ഉയർച്ചയെ ശ്രേഷ്ഠകരമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് 33-ാം ശ്ലോകം. ശ്രേയാൻ ദ്രവ്യം മയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപാം സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപാ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹരേ കൃഷ്ണ. അടുത്തത് രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ശ്രേയാൻ ദ്രവ്യമയാജ്ഞാനയജ്ഞ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാധവി രാധ മാതാജി. ശ്രേയാൻ ദിവ്യമയാദ്യജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹരേ കൃഷ്ണ. ഒപ്പോ മാതാജി എന്ന് വിളിക്കുന്നതിന് ക്ഷമിക്കണം കേട്ടോ, പേര് മറന്നുപോയി. മാതാജിക്ക് ശ്ലോകം വായിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ പ്രഭു. മാതാജിയുടെ പേര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ്, ഞാൻ മറന്നു പോകും. കാര്യം പേര് എഴുതി കാണിക്കാത്ത. ശോഭ അല്ലെ? ശോഭന. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അത് സാരമില്ല. ഹരേ കൃഷ്ണ പ്രഭു, സാരമില്ല. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. ശ്രേയാൻ ദ്രവ്യമയജ്ഞ പരതപ സർവം കർമ്മമഖില പാർത്ഥോ ജ്ഞാനോ പരിസമുച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്തത് ശ്രീല പ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. പരന്തപ, ഹേ പരന്തപ, ദ്രവ്യമയാത് ഭൗതിക വസ്തുക്കളുടെ യജ്ഞത്തേക്കാൾ ജ്ഞാനയജ്ഞം ശ്രേയാൻ ശ്രേഷ്ഠമാകുന്നു. പാർത്ഥ, ഹേ പാർത്ഥ, സർവം എല്ലാം, കർമ്മവും അഖിലം സമഗ്രഭാവത്തിൽ, ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. വിവർത്തന ഭാവാർത്ഥം ദിവ്യങ്കിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. ഹേ ദ്രവ്യയജ്ഞത്തെക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക അല്ലെങ്കിൽ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം, ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം. ഹേ പാർത്ഥ, സർവ കർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. അപ്പം നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം കൂടെ നോക്കിയിട്ട് നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശിവി മാതാജി ഭാവാർത്ഥം വായിച്ച. ഹരേ കൃഷ്ണ. ജയശ്രീ. ഭാവാർത്ഥം: പൂർണ്ണജ്ഞാനത്തിൽ എത്തിച്ചേരുകയും ലൗകിക ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവസാനം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവന കൃഷ്ണാബോധത്തിൽ മുഴുകുകയുമാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശം. എന്നാൽ ഈ വിവിധ യജ്ഞകർമ്മങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. കർത്താവിന്റെ പ്രത്യേക വിശ്വാസത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപം കൈക്കൊള്ളും. ഒരാളുടെ വിശ്വാസം അതീന്ദ്രിയ ജ്ഞാനാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അയാൾ അത്രയും ജ്ഞാനം സിദ്ധിക്കാത്ത ദ്രവ്യയജ്ഞത്തിൽ മാത്രം തൽപരനായ കർത്താവിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കണം. ജ്ഞാനം നേടാത്തവന്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ്, ആധ്യാത്മികമായി ഗുണം ചെയ്യുകയില്ല. യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. ജ്ഞാനാർജനം കൂടാതെ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ കേവലം ഭൗതിക കർമ്മങ്ങളാണ്. അതീന്ദ്രിയ ജ്ഞാന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ ആ കർമ്മങ്ങൾ ആധ്യാത്മിക നിലയിലായി തീരും.
അവബോധത്തിന്റെ ഈ ഭിന്നഭാവങ്ങളെ മുൻനിർത്തിയാണ് യജ്ഞങ്ങളെ ചിലപ്പോൾ ഫലോദ്ദിഷ്ടമെന്ന നിലക്ക് കർമ്മകാണ്ഡമെന്നും മറ്റു ചിലപ്പോൾ ജ്ഞാനോദ്ദിഷ്ടങ്ങളെന്ന നിലക്ക് ജ്ഞാനകാണ്ഡമെന്നും വിളിച്ചു വരുന്നത്. എന്നാൽ ലക്ഷ്യം ജ്ഞാനമാകുന്നതാണ് ഉത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. ദ്രവ്യമായ യജ്ഞം, ജ്ഞാനമായ യജ്ഞം, തപോമായ യജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് വേറൊരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകത്തിൽ നമ്മളത് പഠിക്കും. അതിനെപ്പറ്റി ഓരോ തരത്തിലുള്ള യജ്ഞങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അവസ്ഥകളും അതിന്റെ ഫലവും ഒക്കെ പറയുന്ന യജ്ഞങ്ങളെ പറ്റി തന്നെയുള്ള ഒരു ശ്ലോകമുണ്ട്. അത് പക്ഷെ ഞാൻ ഈ അടുത്ത ഭാഗവത്തിലാണെന്ന് തോന്നുന്നു ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. സബിത മാതാജിക്ക് ഓർമ്മയുണ്ടോ ആ ഒരു ശ്ലോകം ഏതാണെന്ന്? ഇല്ല പ്രഭു. എന്തൊക്കെയാണ്? ദ്രവ്യമായ യജ്ഞം, തപോമയ യജ്ഞം, എന്താണ് വേറെ രണ്ട് യജ്ഞത്തെ, അങ്ങനെ 3-4 തരത്തിലുള്ള യജ്ഞത്തെ പറ്റി. ജ്ഞാനമയ യജ്ഞം ഇപ്പൊ പറഞ്ഞില്ലേ പ്രഭു? ദ്രവ്യമായ യജ്ഞം, തപോമയ യജ്ഞം, ജ്ഞാനമയ യജ്ഞം, പിന്നെ സ്വാധ്യായ യജ്ഞം, പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഓക്കെ, ഓർമ്മയില്ലല്ലോ അല്ലെ? ഞാൻ ഈ ഒരു 2-3 ആഴ്ചയായുള്ളൂ എടുത്തിട്ടുള്ളൂ. അത് നമുക്കറിയാം. നമ്മളുടെ ഒരു മാതാജി ഉണ്ടല്ലോ, ശശികല മാതാജി. ശശികല മാതാജി എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു സവിത മാതാജി? കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിലായിരിക്കും പ്രഭു. അതിൽ ഞാൻ അതെ, കയറിണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിലാണ്. അത് ഞാൻ പകുതിയായി കേട്ട്, യൂട്യൂബിൽ പകുതി കേട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കി പകുതി കേൾക്കാനുണ്ട്. ചിലപ്പോ അതിലായിരിക്കും. ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മള് ദ്രവ്യമായ യജ്ഞം, അതായത് സ്വന്തമായുള്ളതിനെ ത്യജിക്കുക, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം, ജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന യജ്ഞങ്ങൾ. ഹേ പാർത്ഥ, സർവ കർമ്മത്യാഗങ്ങൾ ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യ ജ്ഞാനത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പം നമ്മള് ഈ ദ്രവ്യങ്ങള് നമ്മൾ പലതും ഹോമിക്കാറുണ്ട് അല്ലെ? അപ്പം നമ്മള് ദ്രവ്യങ്ങള് യജ്ഞത്തിലേക്ക് ഹോമിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി. നമ്മൾ പലതരത്തിലുള്ള ദ്രവ്യങ്ങള് നമ്മള് സമാഹരിക്കുന്നുണ്ട്. ആ സമാഹരിച്ചിട്ട്, അതായത് ചമത ഉണ്ടാകും, ദർഭ ഉണ്ടാകും, അതുപോലെ തന്നെ ഈ രക്തചന്ദനം കാണും, അതുപോലെ തന്നെ മറ്റേ ചന്ദനം കാണും, അതുപോലെ തന്നെ എന്താണ്, പിന്നെ അഗ്നി ഉണ്ടാകും. ആ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? കിടാവിളക്കൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്ന അവിടെ നിന്ന് നിലവറയിൽ നിന്നൊക്കെ കൊളുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന അഗ്നി ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അല്ല, ഒരു പ്രത്യേക കാറ്റഗറിയുള്ള പശുവിന്റെ, ജേഴ്സി പശുവിന്റെ എന്നല്ല, അതിന്റെ എന്താണ് രാവിലെ കുളിച്ചിട്ടൊക്കെ ആൾക്കാർ അങ്ങനെ കറന്ന് വെച്ചിരിക്കുന്നുള്ള നെയ്യ്, അത് എടുക്കേണ്ട രീതികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ദ്രവ്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ദ്രവ്യങ്ങൾ കൂടി സമർപ്പിക്കണം. ഞാൻ എന്നിട്ടുള്ള ഭാവം, അതുപോലെ തന്നെ എന്റേതായിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇതല്ലേ. ഇതെല്ലാം കൂടെ ഞാൻ അങ്ങ് സമർപ്പിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. ഞാൻ എന്നുള്ള അഹങ്കാരത്തെയും കൂടി കൂടെ സമർപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള ദ്രവ്യമായ യജ്ഞം. നമ്മൾ സാധാരണ കാണുന്ന ദ്രവ്യമായ യജ്ഞത്തില് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം എന്തുമാത്രം വിഭവങ്ങൾ, അവല്, മലര്, ശർക്കര, പഴം, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ഇങ്ങനെയുള്ള കദളിപ്പഴം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഇതെല്ലാം നമ്മള് എന്താണ്, ഞാൻ പൈസ കൂട്ടി മേടിച്ചു, ഇതെല്ലാം ഓരോന്ന് സമർപ്പിക്കുമ്പോൾ ഓരോ ഫലം, ഇത് ഉദ്ദേശിച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ഒരു ദ്രവ്യ സമർപ്പണം, ഭൗതികമായിട്ടുള്ള ഒരു സമർപ്പണമായി തന്നെ മാത്രം വന്നു. പക്ഷേ ശരിയായിട്ടുള്ള ദ്രവ്യ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? നമ്മൾ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടുവാണോ ചെയ്യേണ്ടത്? നമ്മൾ ആ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടിയാണോ സമർപ്പിക്കേണ്ടത്? അല്ല. നമ്മളുടെ ആ അഹംഭാവം, ഞാൻ എന്നിട്ടുള്ള ആ ദ്രവ്യത്തെ, എന്റെ സ്വന്തമായിട്ടുള്ളതിനെ എല്ലാം, അതായത് ഞാൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതിന് പേരുള്ളത് അല്ലെ? ശരീരത്തിൽ നിന്ന് പുറത്ത് കഴിയുമ്പോഴത്തേനും എന്താണ് ഇത്? എന്താണ്? ഭഗവാന്റെ സ്വരൂപമായി കഴിഞ്ഞു അല്ലെ? ഭഗവാന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ വീണ്ടും വേറൊരു ശരീരം സ്വീകരിക്കാം അല്ലെ? അപ്പൊ ഈ പേര് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പേര് അല്ലെ? വേറൊരു ശരീരത്തിൽ കയറുമ്പോൾ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്റേതെന്ന് കരുതുന്ന ഈ വീട് എന്റേതാണോ? അല്ല. അതുപോലെ തന്നെ ഈ ജോലി എന്റേതാണോ?
ഞാൻ എന്റേതാണെന്ന് വിചാരിച്ചിരുന്നു. എന്റെ അച്ഛനാണോ, എന്റെ അമ്മയാണോ, എന്റെ ഭാര്യയാണോ, എന്റെ പുത്രനാണോ അല്ലെങ്കിൽ പുത്രിയാണോ, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ ആ എന്റെ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം വളരെ താൽക്കാലികമാണ്. ഇതൊന്നും എന്റേതല്ല എന്ന് നമ്മൾ ആ മനസ്സിലാക്കുന്ന സംഭവത്തെ ആ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ യജ്ഞത്തിലേക്ക് നമ്മൾ അർപ്പിക്കണം. അപ്പൊ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമയ യജ്ഞം. അപ്പൊ ജ്ഞാനമയ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെയൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു ദ്രവ്യയജ്ഞത്തെ പറ്റി. അപ്പൊ വെറും സാധാരണ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള യജ്ഞത്തെക്കാൾ എത്രയോ ഉപരിയാണ് ഇത് ഓരോന്നും അർപ്പിക്കുമ്പോഴുള്ള ഫലങ്ങള്, ഇതിനുള്ള നന്മകള്, മോശങ്ങള്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിന്റെ പ്രതിപ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇത് ശരിക്കും എന്താണ് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനായിട്ടുള്ള യജ്ഞമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഈ രീതിയിൽ എന്നോട് പ്രസന്നനാകും ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ ഈ മാനവരാശിക്ക് വേണ്ടിയിട്ട് മുഴുവനാണ്, അല്ലെങ്കിൽ ഈ കുടുംബക്കാർക്ക് മുഴുവൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വില്ലേജിലുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഈ ജ്ഞാനം ചെയ്ത് ഈ മന്ത്രം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇന്നതാണ്. അതിന്റെ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഒരു യജ്ഞമാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ഈ ജ്ഞാനയജ്ഞം ചെയ്യുമ്പോൾ അത് ദ്രവ്യമായ യജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമായി, ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവോടുകൂടി ചെയ്യുമ്പോൾ. അപ്പൊ സർവകർമ്മത്യാഗങ്ങൾ ഒടുവിൽ ചെന്നെത്തുന്ന ദിവ്യജ്ഞാനത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർത്ത സർവകർമ്മത്യാഗങ്ങൾ ഒടുവിൽ ചെന്നെത്തുന്ന ദിവ്യജ്ഞാനത്തിലാണ്. അപ്പൊ ഇതെല്ലാം ചെന്നെത്തുന്ന ഒടുവിൽ ദിവ്യജ്ഞാനത്തിലാണ് എത്തിച്ചേരുന്നത്. അതായത് ആ ദിവ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ പറ്റിയുള്ള ആ ജ്ഞാനത്തിലാണ് എത്തിച്ചേരുന്നത്, അല്ലെ? ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നും നമ്മള് ഈ മനുഷ്യ ജന്മത്തിൽ, ഈ ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമായിട്ട് ചെയ്യേണ്ട എന്നുള്ള വസ്തുത മനസ്സിലാക്കുകയാണ് ശരിയായിട്ടുള്ള ജ്ഞാനമെന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കും ദിവ്യജ്ഞാനത്തിലാണെന്ന്, അല്ലെ? അല്ലാത്ത തരത്തിലുള്ള എല്ലാ നോളേജും, നമ്മൾ ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമുക്ക് ആവശ്യമില്ല എന്നല്ല പറയുന്നത്. നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ ഒക്കെ പോയി പഠിക്കുന്നു. അതും കൊണ്ടൊക്കെ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളെല്ലാം സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചു, ഡിഗ്രിയും PG ഒക്കെ ഉള്ളവരാണ്, അല്ലെ? അതും കൊണ്ട് ഇപ്പോൾ എന്താണ് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, നമുക്ക് എഴുത്തും വായനയും പഠിക്കാനുള്ളതിൽ ഉപരി നമുക്ക് പലർക്കും അതിനെ സംബന്ധിച്ച് വലിയ ആപ്ലിക്കേഷൻസ് ഇല്ല. നമ്മൾ ഒരുപാട് ഞാൻ മാത്തമാറ്റിക്സിൽ ടാൻ തീറ്റ, കോസ് തീറ്റ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചു. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇതെല്ലാം പഠിച്ചു. എനിക്ക് അതൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല. ഞാൻ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ പഠിച്ചോ അതുമായിട്ട് യാതൊരു പുലബന്ധവും പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഒരു ബന്ധവുമില്ല, ഒരു തരത്തിലൊന്ന് കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്ത സംഭവങ്ങളാണ് ഞാനിപ്പോ ഈ 10, 24, 25 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഞാൻ ആ പഠിച്ചതൊക്കെ വെറുതെ ആയി പോയോ? കാര്യം ആ പഠിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു പക്ഷേ ഈ പോസ്റ്റിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പഠിക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, വളരെയധികം നിരർത്ഥകങ്ങളാണ്. പക്ഷെ ഭഗവാനെ പറ്റിയുള്ള നോളേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകുക, അതിലുപരി നമുക്ക് എന്താണ് ഫ്യൂച്ചർ, അതായത് നമ്മുടെ മുകളിലായിട്ടുള്ള നമ്മളുടെ ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മളുടെ പിന്നീടുള്ള ജീവിതം, ഇത് കഴിഞ്ഞിട്ടുള്ള എന്താണോ അവിടെയും അത് ആപ്ലിക്കബിൾ ആണ്, അല്ലെ? ഇത് മനസ്സിലാക്കിയെങ്കിൽ, ഈ ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് സാധ്യമാകുള്ളൂ. നമുക്ക് തിരിച്ച് നമ്മുടെ സ്വധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മള് ആധ്യാത്മിക നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയുള്ള നോളേജ് അല്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വെറും നമുക്ക് എന്താണ്, ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളുടെ ഒന്ന് വയറ് നിറയ്ക്കുക എന്നുള്ള അതിലുപരി ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ അരച്ചാൻ വയറിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അതിലുപരി അതിലൊരു ശ്രേഷ്ഠതയില്ല. കാര്യം വയറ് നിറയ്ക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും
പക്ഷെ ഈ ഒരു നോളേജ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുകുലത്തിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലേ, അവിടെ എന്താണ് ആധികാരികമായിട്ട് പറയും, നമ്മള് നിത്യജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞുകൂടാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും പഠിപ്പിക്കും. അതിനൊക്കെ ഉപരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളും പഠിപ്പിക്കും. ഗുരുകുലത്തിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അത് പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശരിക്കും മനസ്സിലാകും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, ഞാൻ എന്തിനിവിടെ വന്നു, ഞാന് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ഇനി അടുത്ത ശ്ലോകം എടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ ഗുരുവിനെ പറ്റിയുള്ള ജ്ഞാനം കൊടുക്കുന്ന ഒരു ശ്ലോകമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് തന്നെ ഒരുപാട് പറയാനായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അപ്പം അത് പലതവണയും നമ്മൾ പഠിച്ചു, അതെല്ലാവരും അങ്ങ് കാണാതെ പഠിച്ചോണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തേത് അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാരായണീയം പോകാനുണ്ട്. ഞാനൊരു കഥയും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കേട്ട ഒരു കഥയാണ്. നാരായണീയം അല്ലല്ല, ഹരിനാമ കീർത്തനല്ലേ നാരായണീയം ഹരിനാമകീർത്തനം. പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ മാതാജി, നാരായണി നാവിൽ വന്നത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് ഹരിനാമ കീർത്തനത്തിലേക്ക് പോവാണ്. രതിദേവി മാതാജി നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു. പ്രഭു, സംശയമില്ല. ജ്ഞാനയജ്ഞത്തിൽ പെടൂലേ അപ്പൊ നമ്മള് നാമ സങ്കീർത്തന യജ്ഞം എന്ന് പറയണത്? നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മള് ദ്രവ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദ്രവ്യയജ്ഞമായി മാറും. നമ്മള് അല്ല, അത് ശരിക്കും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള ജ്ഞാനത്തോടു കൂടി അത് മനസ്സിലാക്കി, ഇതും കൊണ്ടാണ് നമ്മള് എന്താണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉപാധി ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ജപിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ജ്ഞാനയജ്ഞത്തിൽ വരും. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓരോ പോയിന്റ് വേണമെങ്കിൽ പറയാം, അറിയാവുന്നവർ മാത്രം. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അവരോട് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പേര് വിളിക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകേണ്ടത് കൊണ്ടാണ്. ആർക്കും പോയിന്റ് ഇല്ല. ഓക്കെ, ആർക്കും ഇല്ലല്ലേ? ഒരു വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമത്രേ കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യജ്ഞം എപ്പോഴും ഭഗവാനെ സന്തോഷിപ്പിക്കാനായിരിക്കണം. ഹരേ കൃഷ്ണ. അതെ അതെ, യജ്ഞം എന്ന് പറയുന്നാൽ എപ്പോഴും ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ടുള്ളതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഹരേ കൃഷ്ണ. എല്ലാ യജ്ഞങ്ങളുടെ ഉദ്ദേശം പൂർണ്ണജ്ഞാനത്തിൽ എത്തിച്ചേരുക. രണ്ടാമത്തത് ലൗകിക ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുക. പിന്നെ അവസാനം നമ്മുടെ ഭഗവത് സേവനം മീൻസ് കൃഷ്ണാവബോധത്തിൽ മുഴുകുക. അതാണ് യജ്ഞങ്ങളുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വലിയ മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. രണ്ട് വിധം യജ്ഞങ്ങളാണ് ഇവിടെ പറയുന്നത്. ദ്രവ്യയജ്ഞം, ജ്ഞാനയജ്ഞം. ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാൽ ഭൗതികമായത്, അതായത് ഫലം ഉദ്ദേശിച്ചുള്ളത്. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ അറിവിന്റെ. ആ ജ്ഞാനയജ്ഞം ചെയ്താൽ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുകയും നമ്മൾ മായീന്നൊക്കെ വിട്ടുപോയി ശരിയായ കൃഷ്ണാവബോധത്തിലേക്ക് തിരികെയും ചെയ്യും. പക്ഷെ എന്ത് തന്നെയായാലും നമുക്കൊരു സമാധാന സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിയായ കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ സന്തോഷം കിട്ടൂ. ഇതെന്ന് പറഞ്ഞാല് എനിക്ക് മൂന്ന് തരം വിചാരിച്ച നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ
ധർമ്മ പരിപാലനവും പിന്നെ യജ്ഞാനുഷ്ഠാനവും കൊണ്ട് 3 തരാണ് നമുക്കുള്ളത്. 3 തരം. ഒന്നാമതായിട്ട് നമ്മള് പിന്നെ സാമ്പത്തിക ഭദ്രത, സാധാരണ മനുഷ്യന്മാർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ഭദ്രത. രണ്ടാമതായിട്ട് ശാരീരികം, ഭക്ഷണം, ആഹാരങ്ങള്. മൂന്നാമതായിട്ട് വേണ്ടത് ഭഗവാനിലേക്കുള്ള വഴി. അപ്പൊ സാമ്പത്തിക ഭദ്രത ലഭിക്കാൻ വേണ്ടി നമുക്ക് ധർമാനുസരണവും യജ്ഞങ്ങളും വഴി കിട്ടും. അതുപോലെ തന്നെ യജ്ഞങ്ങൾ ചെയ്താൽ നമ്മളെ പിന്നെ ആഹാരങ്ങളൊക്കെ ശരിയായി പോകും. പക്ഷെ ക്രമേണ ശരിയായ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ മാത്രമേ ശരിക്കും നമുക്ക് മാനസികമായ സംതൃപ്തി കിട്ടുള്ളൂ. മറ്റൊന്നുകൊണ്ട് നമുക്ക് മാനസികമായ സംതൃപ്തി കിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരിപ്പോൾ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. ആ ഏതൊരു യജ്ഞത്തിന്റെയും ഉദ്ദേശം ഭഗവാനെ സന്തോഷിപ്പിക്കുക, അതാണ്. എന്നിട്ട് അങ്ങനെ സന്തോഷം വഴി നമ്മള് ക്രമേണ ഭഗവാന്റെ ആ ഒരു കൃഷ്ണാവബോധത്തിൽ ഉയരുകയും ആ കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മള് മെല്ലെ മെല്ലെ ചിന്ത കൂടി കൂടി വരികയും അതാണ് ഏറ്റവും നമുക്ക് കിട്ടുന്ന ഉത്കൃഷ്ടമായ ഒരു ആനന്ദം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. താങ്ക് യു മാതാജി. അപ്പൊ എല്ലാരും എന്താ പറയുന്നത്, നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് കിടക്കാം. എല്ലാരും ഈ ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിച്ചോ? നമ്മള് കഴിഞ്ഞ ദിവസം മാതാജി എടുത്തത് ഏതായിരുന്നു? 7 8 അല്ലേ മാതാജി എടുത്ത്? നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദിഹീനൻ അഭി ചിത്തത്തിൽ അച്യുതാ കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമം. നത്താരിൽ മാനിനി ആരാണ്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ മണാളൻ പുരാണ പുരുഷനാണ്. ആദ്യം പുരാണ പുരുഷൻ അല്ലെ, ഏറ്റവും ആദ്യത്തെ പുരാണ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്തവത്സലനാണ്. അനന്താദിഹീനൻ ആണ്. അനന്താദിഹീനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യവുമില്ല അന്ത്യവുമില്ല. ചിത്തത്തിൽ അച്യുത, എന്റെ ചിത്തത്തിൽ, എന്റെ മനസ്സിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയുടെ ഗൻമനസി നാരായണായ നമ. അവിടെ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് എന്താണ്, അവിടെ തന്നെ ചിത്തത്തിൽ നിന്ന് മാറാതെ ഇവിടെ തന്നെ എന്താണ് സദാ ഹരിയായിട്ട് ഇരിക്കാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി അടുത്തത് നമ്മള് വായിക്കാൻ ഒമ്പതല്ലേ? ഇനി അടുത്ത 9 മാതാജി വായിച്ചോളൂ. വായിക്കട്ടെ. ആരാ ഒരാൾ പറഞ്ഞ? റിയൽമി ഞാനാണ് പറഞ്ഞത്. അതെ, മാതാജി വായിച്ചോളൂ. മാതാജി വായിച്ചോളൂ ആ ശ്ലോകം 9. പച്ചക്കിളി പവിഴപ്പാൽ വർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർ കുഷടാധാരം കടന്നുവരി വിശ്വസ്തരെ പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപ ഹരിനാരായണായ നമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവി മാതാജിക്ക് അത് നോക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ചാലും മതി. ഞാൻ പറയാം. ഹരേ കൃഷ്ണ. മാതാജി ഒന്നുകൂടെ ആ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു. വായിക്കാം. അതിൽ വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയണം, കാരണം എന്റെ മനസ്സ് ക്ലിയർ അല്ലായിരുന്നു. ഞാനിത് അതുകൊണ്ടല്ലേ ഞാൻ ഇത് എടുക്കാന്നുള്ള ധൈര്യത്തിൽ പറഞ്ഞത്. ഞാൻ ഓരോ വരിയും വായിക്കും കരയും. പിന്നെ ഞാൻ അവസാന അഭയം നാരായണീയത്തെ കണ്ടെത്തി. നാരായണി എടുത്ത് വെച്ച് വായിക്കുക, ഇത് വായിക്കുക. അങ്ങനെ 1-2 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ആചാര്യപാദ നമസ്കാരം. പച്ചക്കിളി പവിഴപ്പാൽ വർണ്ണമൊത്ത നിറമിച്ചിപ്പവർ കുഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്ത തമോഭേദരൂപ ഹരിനാരായണായ നമ. ഹരേ കൃഷ്ണ. പച്ചക്കിളിയുടെയും പവിഴത്തിന്റെയും പാലിന്റെയും നിറങ്ങൾക്ക് തുല്യമായ നിറങ്ങളാണ് തമോ ഗുണം, രജോ ഗുണം, സത്യഗുണം എന്നിവയിലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പച്ച, ചുവപ്പ്, വെളുപ്പ്. പച്ച നിറത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത് തമോ ഗുണത്തെയാണ്. ചുവന്ന നിറത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത് രജോ ഗുണത്തെയാണ്. വെള്ള നിറം എന്ന് പറയുന്നത് സത്വഗുണത്തെയാണ്. ഈ ഗുണങ്ങളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവരെ
ആറാധാരങ്ങളും കടന്നെത്തണമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ ആധാരങ്ങൾ എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ആറ് ആധാരങ്ങളും കടന്ന് ഉപരിയിലെത്തിയാൽ എത്തുമ്പോൾ ആജ്ഞാചക്രത്തിന് മുകളിലുള്ള രന്ധ്രത്തിലൂടെ സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരാമെന്നാണ് പറയുന്നത്. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് ഇവിടെ സൃഷ്ടിസ്ഥിതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ രക്ഷാ, പ്രളയം, സൃഷ്ടി എന്നിവയ്ക്ക് വേണ്ടി, ഇതിനു വേണ്ടി അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് വേണ്ടി സത്വം, രജസ്, തമസ് എന്നീ ഗുണഭേദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിഷ്ണു, ബ്രഹ്മ, ശിവൻ എന്ന ത്രിമൂർത്തികളെ എന്ന മൂന്ന് രൂപത്തിൽ ഈ മൂന്ന് ഗുണഭേദങ്ങളും ഒരേ രൂപം തന്നെയാണെന്ന് കാണാൻ കഴിയുമെന്നാണ് ആചാര്യൻ പറയുന്നത്. ഇന്ന് തെളിയുമെന്നാണ്. അത് ഒരേ ഹരി തന്നെയാണ്, അല്ലെങ്കിൽ നാരായണൻ തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, നന്നായിരുന്നു. അതായത് ഇവിടെ പച്ചക്കിളി എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഈ എഴുതിയിരിക്കുന്ന പച്ചക്കിളി എന്ന് പറഞ്ഞാൽ പച്ചവർണം, അതായതാണ് തമോ ഗുണം. പവിഴം, പച്ചക്കിളി എന്ന് പറഞ്ഞാൽ ആ ഒരു നിറം, മൂന്ന് ത്രിഗുണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പവിഴം എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറ്, പവിഴം എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറ് രജോ ഗുണത്തെ. പാൽ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത നിറം എന്ന് പറഞ്ഞാൽ എന്താണ്, സത്വഗുണം. അപ്പൊ ഈ മൂന്ന് ത്രിഗുണങ്ങളെ ഇവിടെ പ്രാസ ഒപ്പിച്ചിട്ട് എഴുത്തച്ഛൻ വളരെ നല്ല രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പച്ചക്കിളി പവിഴം. നമ്മളവർക്ക് എവിടുന്ന് ഈ പച്ചക്കിളിയൊക്കെ കയറി വരുന്നത് അല്ലേ? ഞാനും പണ്ട് ഒരുപാട് വിചാരിച്ചു ഈ പച്ചക്കിളിയൊക്കെ എവിടുന്ന് വന്നെന്ന് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ പച്ചക്കിളി, തമോ ഗുണത്തിന് കറുപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? തമോ ഗുണം, തമസ് കറുപ്പാണ്. പക്ഷെ ഇവിടെ ആചാര്യൻ കുറച്ച് തമോ ഗുണത്തെ കുറച്ച് കാണിച്ചു. തമോഗുണത്തിൽ മൂന്നാല് നിറം വരും മാതാജി, ഒറ്റ നിറം തന്നെയല്ല, കറുപ്പ് തന്നെയല്ല, പച്ച നീലയൊക്കെ വരും, നീലയൊക്കെ വരും തമോഗുണത്തിൽ. ഇപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഗുണത്തില് ബ്ലഡ് തിളച്ച് നിൽക്കുന്ന ആൾക്കാരാണല്ലോ രജോ ഗുണക്കാരല്ലേ? രക്തവർണ്ണം, ചുവപ്പ് നിറം. അതായത് സോൾജിയേഴ്സ് ഒക്കെ എന്താണ് രക്തം തിളച്ചിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അതുപോലെ തന്നെ പാൽ വർണ്ണം, ബ്രാഹ്മണരൊക്കെ കഴിക്കുന്ന എന്താണ്, പാൽ കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ എന്താണ് നമ്മളുടെ ശ്വേതവർണ്ണം. അപ്പൊ അങ്ങനെ ഇച്ഛിപ്പവർക്ക് ഷടാധാരം കടന്നുപരി, അതായത് ഈ മൂന്ന് ഈ മൂന്ന് ഗുണങ്ങളിന് ഉപരി ഈ മൂന്ന് ഗുണങ്ങൾ കടന്നു പോവുകയാണ്. തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ രജോ ഗുണത്തിൽ എത്തിച്ചേർന്നു, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിൽ എത്തിച്ചേർന്ന് അതിനും മുകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവര് എന്ത് ചെയ്യണം? ശുദ്ധ സാത്വിക് മൂഡിലേക്ക് കടന്നു പോകേണ്ടവർ എന്ത് ചെയ്യണം? അവര് യോഗ പ്രാക്ടീസ് ചെയ്യണം അല്ലെ? അവരെ എന്ത് ചെയ്യണം? യോഗ പ്രാക്ടീസ് ചെയ്യണം. ആ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലെ 6 എനർജി ലെവൽസ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ശരീരത്തില്. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിന്റെ പടം അടക്കം ഞാൻ ഇന്നാൾ ഷെയർ ചെയ്തിരുന്നതാണ്. എന്താണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, ആജ്ഞ, വിശുദ്ധി അല്ലെ? വിശുദ്ധി, ആജ്ഞ, അങ്ങനെ തിരിഞ്ഞ ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയായിട്ടാണ് വരുന്നത് അല്ലെ? ഈ ശിരസിന്റെ ഇവിടെയാണ്. അപ്പൊ അതാണ് ചിലര് മർമ്മത്തിൽ ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, കറക്റ്റ് മർമ്മം അറിയാവുന്നവരൊന്ന് തൊട്ടാ മതി, നമ്മൾ അവിടെ വീഴ്ത്താണ്ട് പറ്റും അല്ലെ? അപ്പൊ മണിപൂരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ പൊക്കിളിന്റെ താഴെയായിട്ട് വരും. പൊക്കിളിന്റെ അവിടെ മണിപൂരകം വരും. അതിന് മുകളില് എന്താണ് പറയുന്നത്, ഈ ഹൃദയത്തിന്റെ ഭാഗത്ത് വരുന്നതാണ് എന്താണ് പറഞ്ഞ ആജ്ഞ അല്ലെ? അനാഹതം. ഈ തൊണ്ടയുടെ അവിടെ വരുന്നതാണ് വിശുദ്ധി. അതുപോലെ ഇവിടെ വരുന്നത് ആജ്ഞാചക്രം. അപ്പൊ ഈ 6 സ്ഥാനങ്ങൾ നിങ്ങൾ ആ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, ഷടാധാരങ്ങളിൽ നിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വിശ്വസ്ഥിതി, സൃഷ്ടിസ്ഥിതി എന്താണ്? വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമഃ. അതായത്
എന്താണ് വരുന്നത്? ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറത്തു പോകുന്നതിന് മുൻപ് നമ്മൾ ഇവിടെ ഈ ഒരു ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ അത് കടന്ന് സഹസ്രാരദള പത്മത്തിൽ ജീവനെ ഉയർത്തണം. നമ്മളുടെ പ്രാണനെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ഈ ആജ്ഞാചക്രം വഴി ബ്രഹ്മരന്ധ്രം വഴി എന്താണ് ഒരു 1000 ഇതിലുള്ള ഒരു താമരപ്പൂവ് ഇങ്ങനെ കമഴ്ത്തിയിട്ടിരിക്കുന്ന മാതിരി ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, ഈ ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുകയാണ് അല്ലെ. അത് എങ്ങോട്ടാണ് ആ താമരത്തണ്ട്? 3 താമരത്തണ്ടുകൾ ഉണ്ടല്ലേ, ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന 3 താമരത്തണ്ട്. അത് നട്ടെല്ലിനെ ചുറ്റിയുള്ള 3 നാഡികളാണ് അല്ലെ. ഇട, പിങ്കള, സുഷുമ്ന. ഇട, പിങ്കള, സുഷുമ്ന. അതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്, ആടുപാമ്പേ പുനം തേട് പാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട് ആടുപാമ്പേ അല്ലെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തോ പാമ്പിന്റെ പാട്ടാണെന്ന് വിചാരിച്ചു, സർപ്പം പാട്ടാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പണ്ട് കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഇതാണ് ഈ 3 പാമ്പുകൾ എന്ന് മനസ്സിലായത് അല്ലെ. ആ പുനം എന്താണ്? ആ പൊത്തിലേക്ക് പോവാ. പൊത്തെന്താണ്? ബ്രഹ്മരന്ധ്രം. ആട് പാമ്പേ പുനം തേട് പാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട് ആട് പാമ്പേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആനന്ദമാണ് ഉണ്ടാകുന്നത്, പരമാനന്ദം പ്രാപിക്കുക. ആ പരമാനന്ദത്തിന്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കണ്ടു, സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. അതായത് സഹസ്രാരാംബുജാരൂഢ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹസ്രാരതല പത്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? സുധ വർഷിക്കുന്നു, അമൃത് വർഷിക്കുന്നു. അതായത് നമ്മൾ പ്രാണനെ ഇവിടെ നിന്ന് ഉയർത്തി ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എന്ത് സംഭവിക്കുകയാണ്? നമുക്ക് എന്താണ്? സുധ വർഷിക്കുകയാണ്, അമൃത് വർഷിക്കുകയാണ്. അത്യധികം ആഹ്ലാദം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഹരേ കൃഷ്ണ ഹരി ബോൽ അങ്ങനെ ഒരാൾ കയറി, വർഷങ്ങൾക്ക് ശേഷം ഒരാൾ കയറി, ഹരി ബോൽ സ്വാഗതം, വെൽക്കം ബായ്. നമ്മൾ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലെ പുറപ്പെട്ടു പോയ ആൾക്കാരെ പറ്റിയൊക്കെ. അപ്പൊ എന്തായാലും ഓരോരുത്തർ വന്നു തുടങ്ങി, ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ പരമാനന്ദം. അപ്പൊ പരമാനന്ദത്തിന്റെ സമയത്താണ് മാതാജി എത്തിത്തരുന്നത്. അപ്പൊ മാതാജിക്ക് പരമാനന്ദം ഉണ്ടാകട്ടെ. അപ്പൊ എന്താണ്? നമ്മൾ പടി 6 കടന്നു. 6 പടി കടന്ന് നമ്മൾ ഈ സഹസ്രാരതല പത്മത്തിൽ ചെല്ലുമ്പോൾ എന്താണ്? പരമാനന്ദാവസ്ഥയിൽ എത്തുന്നു. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ വിശ്വ സൃഷ്ടി സ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്ത് രജസ്തമോ ഭേദകരി നാരായണായ നമ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പച്ചക്കിളി പവിഴം അതെന്താണ്? സത്വരജസ്തമോ ഭേദ. അപ്പൊ ഇതിന് ഉപരിയായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ ഇവിടെ യോഗികൾ വിശ്വസിക്കുന്ന എന്താണ്? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരെ കാണുമെന്നാണ് വിശ്വസിക്കുന്നത്? ശിവനെ കാണാവൂ അല്ലെ. പടിയാരം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവൂ, ശിവശംഭു എന്നാണ്. അതുപോലെ ദേവി ഭക്തര് വിശ്വസിക്കുന്നതാണ് ദേവിയാണ് ഇവിടെ കാണുന്നത് അല്ലെ. ദേവിയെ കാണുന്നു വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ഈ 3 ഗുണത്തിന്റെ അധിപര് ഇവിടെ കാണുമെങ്കിൽ അവര് തമ്മിൽ ഭേദമൊന്നുമില്ല, ഞാൻ അതിനെ ഹരിയായിട്ടാണ് കാണുന്നതെന്നല്ലേ. കാണുന്നതെന്നാണ് ആര് പറയുന്നത്? കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയുന്നത്. ഭേദ ഹരി നാര, ഹരിയായിട്ടാണ് ഞാൻ. അവര് തമ്മിൽ ഈ സത്വരജസ്തമോ ഭേദമില്ല, ഇതിന്റെ എല്ലാം ഉപരിയായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ഇവരെ എല്ലാം ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും 6 ചക്രങ്ങൾ പഠിച്ചിരിക്കണം. 6 ചക്രങ്ങൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. എനിക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. അതിങ്ങനെ അതിന്റെ അവിടെ തന്നെ തൊട്ട് അനാഹതം, വിശുദ്ധി, ആജ്ഞ, പിന്നെ അടുത്ത് സഹസ്രാരതള പത്മ 7ാമത്തേത്. അവിടെയാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ വിശ്വ സൃഷ്ടി സ്ഥിതിയും പ്രളയവും എല്ലാം നടക്കുന്ന ആ ഒരു സ്ഥലം അല്ലെ. അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ട യോഗികളൊക്കെ എന്താണ്? അവിടം വരെ എത്തിച്ചിട്ട് ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അവരൊരിക്കലും ഈ ആനന്ദത്തിൽ നിന്ന് താഴെ വരാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഈ ആനന്ദത്തിനെ ഊർദിപ്പിച്ചിട്ട് വിടാൻ പറ്റും. അപ്പൊ എന്താണ്? ഇവിടെ തകർന്ന് പൊട്ടിയിട്ട് ഒരു സമാധിയാകുന്ന എങ്ങനെയാ? ഈ ബ്രഹ്മരന്ധ്രം പൊട്ടിയിട്ടാണ് അവരുടെ ആത്മാവിനെ പുറത്തേക്ക് വിടുന്നത് യോഗികൾ അല്ലെ. അപ്പൊ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഉണ്ടാകുന്നത്? അപ്പൊ സമാധിയാകും. ശരീരത്തിനെ ഇരുത്തിയാണ് നടക്കുന്നത് അല്ലെ യോഗികളൊക്കെ സമാധിയാകുന്നവർ. ഇവിടെയാ പൊട്ടുന്നത്. നമുക്കൊക്കെ ജീവൻ പോകുന്നത് ഏത് വഴിയാണ്? ഈ 9 ദ്വാരങ്ങളിൽ കൂടെയാണ് അല്ലെ. 9 ദ്വാരങ്ങളിൽ കൂടെയാണ് നമുക്കൊക്കെ ജീവൻ പോകുന്നത്. അവർക്ക് പോകുന്നത് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഈ ആനന്ദം അനുഭവിക്കാൻ, നിലനിർത്താം. ഈ ആനന്ദം വേണ്ടാന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മള് സ്വാധിഷ്ഠാനത്തിലേക്ക് ഈ ജീവനെ ഇറക്കി വിടാം. ഇതിൽ കൂടെ ഇതെല്ലാം നല്ല പ്രകാശ സ്രോതസ്സായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി ഷഡാധാര, ഇതെല്ലാം പ്രകാശ ജ്യോതിസായിട്ടാണ് കാണുന്നത്. നട്ടലിന്റെ ഈ 6 സ്ഥലത്തായിട്ട് ഈ കാണുന്ന ഭയങ്കര പ്രകാശ ജ്യോതിസായിട്ടാ. നമ്മളെ ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഒരു പ്രത്യേക തരത്തിലുള്ള
എന്നാ കെർലിൻ സ്കാനിങ്ങോ അങ്ങനെ എങ്ങോട്ട് പറഞ്ഞ സ്കാനിങ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന 6 പ്രകാശ ജ്യോതിഷം കാണാൻ പറ്റും. നമ്മളുടെ ശരീരം തന്നെ ഭയങ്കര വലിയ ശക്തിമത്തായ ഒരു സംഭവമാണ്. നമ്മൾ അറിയുന്നില്ല ഇതിനകത്ത് എന്തുമാത്രം ശക്തി, എനർജി ലെവൽസ് ഉണ്ട്, സ്ഥാനങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. അപ്പം പക്ഷെ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം അതിലുപരിയായിട്ടുള്ള ശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ യോഗികൾ മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഈ പാമ്പിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ആനന്ദത്തിന്റെ ലെവലിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഭഗവാൻ ഹരിയുടെ നാമത്തിൽ തന്നെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൃഷ്ണാനുഭവത്തിലുള്ളവര്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം മാതാജി. ഞാൻ വായിക്കട്ടെ പ്രഭു, ഞാൻ വായിക്കട്ടെ. മല്ലിക മാതാജി വായിച്ചോളൂ. ഹരി ബോൾ. എൻ പാപമൊക്കെയറിവാൻ ചിത്രകൂറ്റനുടെ അതല്ല സമ്പൂർണ്ണ അതല്ല മാതാജി, മാതാജി തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തി. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തി ഭജിപ്പവര് മുക്തിക്ക് തത്പരുപദേശം തരും ജനന പറ്റിയിടുവല്ലവര് നാരായണായ നമഃ. മാതാജി തുടങ്ങിക്കോളൂ. ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിക്കാം. എൻ പാപമുക്തയറിവാൻ ചിത്രകൂറ്റനുടെ തത്വത്തിനുള്ളിലുദയം. വായിച്ചോ മാതാജി. മാതാജി തുടങ്ങിക്കോ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരം ജനനമറ്റിയിടുമിന്നവന് നാരായണായ നമ. മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തമായി വിലസുന്ന ബോധവസ്തു സാക്ഷാത്കരിക്കുന്നതിനായിട്ട് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നവന് മോക്ഷം കിട്ടാൻ ഉചിതമായ ഉപദേശം ഗുരു നൽകും എന്നും അപ്പോൾ അയാൾക്ക് ജനനമരണരഹിതമായ സത്യമാണ് താനെന്ന് തെളിയും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാതാജി പറഞ്ഞ വളരെ വ്യക്തമാണ് അല്ലെ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്ന പൊരുള് എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവൻ. എന്താണ് തത്വം? മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാണ് നമുക്ക് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എത്ര തത്വങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്? ഗുരു പറഞ്ഞിരിക്കുന്ന 96 തത്വങ്ങളാണ്. 96 തത്വങ്ങളെ പറ്റി പറഞ്ഞു. അയ്യഞ്ചും അഞ്ചുമുടൻ, അയ്യാറും എട്ടും മുതൻ, എൺമൂന്നും ഏഴും അത ചൊവ്വോട് അതിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഇതിൽ ഇനി വരാൻ പോകുന്നുണ്ടല്ലേ. അപ്പൊ 96 തത്വങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ തത്വങ്ങൾ എവിടെയാണ്? പഞ്ചഭൂതങ്ങൾ തൊട്ടാണ് തുടങ്ങുന്നത് അല്ലെ. ഈ തത്വങ്ങളാണ് ഉപയോഗിച്ചാണ് ബ്രഹ്മദേവൻ സൃഷ്ടികൾ നടത്തുന്നതെന്ന് കണ്ടല്ലേ. അതിൽ പ്രധാനപ്പെട്ട 24 എണ്ണവും പിന്നെ ജീവാത്മാവും പരമാത്മാവും ചേർത്ത് 26. അങ്ങനെയാണ് ഈ മൂലകങ്ങൾ, ഇൻഗ്രീഡിയൻസ് സൃഷ്ടിക്ക് വേണ്ട അല്ലെ. അപ്പൊ ഈ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുള്, ഈ തത്വങ്ങളൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഭഗവാൻ. അതിന്റെ പൊരുള് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഭഗവാൻ അല്ലെ. ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പുറകിൽ അതിന്റെ സൃഷ്ടാവിനെ നമ്മൾ മറന്നു പോകുന്നു. ഈ തത്വം കണ്ടപ്പോൾ നമ്മൾ ഓർത്തു ഈ പ്രപഞ്ചം ഇതെല്ലാം എന്താണ്, ഇത് തനിയെ ഉണ്ടായതാണ്. നമ്മൾ അതിന്റെ പുറകിലുള്ള ആളെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നു. അപ്പൊ ഈ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുള്, ഈ പൊരുൾ അതിന്റെ പുറകിൽ ഇരിക്കുന്ന ഇതിന്റെ എല്ലാ സൃഷ്ടികർത്താവാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. പക്ഷെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് വരുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല, ഒരാൾ നമ്മളെ ടോർച്ച് അടിച്ച് കൊണ്ടുപോവാണ്, ഇതാണ് ലക്ഷ്യസ്ഥാനം, നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം എത്തി. ഈ ടോർച്ച് അടിച്ചു തരുന്ന ആളാണ് ഗുരു അല്ലെ. അപ്പം ഈ ഗുരുവിന് എന്താണ്, ആ തത്വം ഏതാണെന്ന് അറിയാം. അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന പൊരുൾ ഏതാണെന്നും ആ ഗുരുവിന് അറിയാനായിട്ട് സാധിക്കും. ഗുരു പദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും ജനന മറ്റീടുമെന്നവന് നാരായണായ നമ. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ഇനി അടുത്തത് ഭഗവത്ഗീത പഠിക്കാൻ പോകുന്ന ശ്ലോകവും ഇത് തന്നെയാണ് അല്ലെ. എന്തുമാത്രം റിലേഷൻ ആയിട്ട് വന്നു അല്ലെ. മുക്തിക്ക് തക്കൊരു ഉപദേശം, ഇതാണ് മോക്ഷമാർഗം. ഈ സ്ഥലത്ത് എന്താണ്, ഇരുട്ടില്ലാത്ത പ്രകാശമുള്ള സ്ഥലം ഇതാണ്.
എന്ന് കാണിച്ചു തരുന്ന ആ ഒരു പരമാചാര്യനായിട്ടുള്ള ഗുരുവിന്റെ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, മുക്തിക്ക് ഒന്നും നമ്മൾ വേറെ എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആചാര്യനെ നമുക്ക് കിട്ടുക. അപ്പൊ ഈ ആചാര്യനെ എങ്ങനെ നമുക്ക് കിട്ടും? ആ പരമ്പൊരുളായിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന പരമ്പൊരുളായിട്ടുള്ള ആളുടെ കൃപ കൊണ്ടാണ് ഒരു ഗുരുവിനെ നമ്മുടെ മുൻപിൽ ഗുരുവിൻ കൊണ്ടേ തരുന്നത്. ആ ഗുരുവാണ് പിന്നെ എന്ത് ചെയ്യും, നമ്മളെ ഈ പരമ്പൊരുളിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് നോക്കി, അതിന്റെ ആ ഒരു രീതി നോക്കി. നമ്മൾ ആരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്കൊരു ഗുരുവിനെ കിട്ടുന്നത്? നല്ലൊരു ഗുരുവിനെ കിട്ടാൻ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ നമുക്കൊരു കാര്യം. ഗുരുവിനെ കിട്ടുന്നത്. പിന്നീട് ആ ഗുരുവിന്റെ കൃപ കൊണ്ട് വേണം നമുക്ക് ഭഗവാനെ കിട്ടാനായിട്ട്. നോക്കി ആ ഒരു സർക്കിൾ നോക്കി എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അന്ന് ഈ ഗുരു നമുക്ക് നല്ലൊരു ഉപദേശം തന്ന് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ അറ്റിയിടും എന്നവന് നാരായണ. അന്ന് ഈ ജനന മരണ ശൃംഖലകൾ അന്നേ അറ്റു വേറിട്ട് പോകും. അറ്റിയിടും എന്നവന് നാരായണ. അന്നേ തീരും ഈ ജനനവും മരണവും ഇത് തമ്മിലുള്ള ഈ ശൃംഖലകള് അന്നേ അവസാനിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. ഈ ഒരു പുസ്തകത്തിൽ ഇതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പേജ് കാണും. ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മലയാളം ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ആൾക്കാർക്കും രതി മാതാജിക്കൊക്കെ മനസ്സിലാവായിരിക്കും. എനിക്കൊന്നും അത്രയ്ക്കൊന്നും അറിയില്ലാത്തത് കൊണ്ട് ഞാനത് ഇത്രയും കൊണ്ട് നിർത്തി. ഹരേ കൃഷ്ണ. മാതാജി മലയാളം ടീച്ചർ ആയിരുന്നോ രതി മാതാജി? അല്ല, സയൻസ് ആയിരുന്നു. സയൻസ് ആയിരുന്നല്ലേ? ആ, ഓക്കെ. ഞാനോർത്ത് മലയാളം 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 ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. വരുന്നല്ലേ? അങ്ങനെയായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹരിനാമകീർത്തനം ഇതെല്ലാവരും 9-ാമത്തേതില് ശരിക്കും ഒത്തിരിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് 9-ാമത്തേതില് കാര്യങ്ങളുണ്ട്. നമ്മള് ഈ ആധാരങ്ങൾ മൊത്തവും അത് കടന്നു പോകുന്നതും ഇത് അവിടെ എത്തുന്നതും ഇതെല്ലാം കുറേ അധികം അതിനകത്തുണ്ട്, പറയുന്നതിനും കേൾക്കാനും വായിക്കാനും ഒക്കെ. കുറെ അധികം പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കുറേ പോയി അധികം. കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീരില്ല. പിന്നെ എല്ലാവരും ഒരു എന്നെ ആദിയില്ല വഴക്ക് പറയാൻ അന്തവും തുടങ്ങും. ഇല്ല. എല്ലാവരും ആദിയില്ല എന്നെ വഴക്ക് അന്തവും പറയാൻ ഇല്ലാതെ തുടങ്ങും. ഞാൻ ക്ലാസ് നീട്ടിയെന്നും പറഞ്ഞ് പിന്നെ വഴക്ക് പറയാൻ തുടങ്ങും. പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് അതാണ്, ഞങ്ങൾ ആരും വരാത്ത സമയം നീണ്ടുപോകുമെന്ന് പറയും പിന്നെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇന്നലെ കേട്ട ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാര്യം ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. പുതിയ അതിഥിയല്ല, പഴയ അതിഥി വീണ്ടും ജോയിൻ ചെയ്തു. അപ്പം ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നത്. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അതോ എന്തോ എന്താന്നറിയത്തില്ല. അതോ ഈ സൂമിൽ നിന്ന് വല്ലോ ഇത് കിട്ടും, അണുക്കൾ വ്യാപിക്കുമെന്ന് വെച്ചിട്ടാണോ അറിയില്ല. വളരെ ഇഷ്ടം, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇല്ല കേൾക്കത്തില്ല മാതാജി. മ്യൂട്ടിലായാറോ? ഞങ്ങൾക്ക് ആർക്കും കേൾക്കത്തില്ല. എന്ത് വേണമെങ്കിലും ചീത്ത പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും കേൾക്കത്തില്ല. പ്രഭു ഞാൻ ഡ്യൂട്ടിയില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, സന്തോഷം. അപ്പൊ നമ്മൾ ഒരു കഥ പറഞ്ഞു, അതുകൂടി കേട്ടിട്ട് നമുക്ക് എല്ലാരെയും ഞാൻ വിട്ടേക്കാം. ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദാവനത്തില് ഇതേപോലെ നമുക്ക് ഗോവർദ്ധനം പരിക്രമം ചെയ്ത ആൾക്കാർക്ക് അറിയാം. അവിടെ ഒരു ശ്രീനാഥ്ജി ടെമ്പിൾ ഉണ്ട്. ശ്രീനാഥ് ടെമ്പിൾ, ഗോവർദ്ധനത്തിലെ ഒരു ടെമ്പിള്. അപ്പൊ ശ്രീനാഥ്ജി ടെമ്പിളിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ടെമ്പിളില് നമ്മൾ സാധാരണ വൈഷ്ണവരാരും അവിടെ പോവില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, ഗോവർദ്ധനം ഭഗവാനുമായിട്ട് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഗോവർദ്ധനത്തെ ചവിട്ടി അമ്പലത്തിൽ പോകാനായിട്ട് നമുക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ആചാര്യവര്യന്മാരൊക്കെയുള്ളൂ അവിടെ പോകുള്ളൂ. നമ്മളെ പോലുള്ള ഈ വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്യുന്ന സാധകരാരും ഗുരു പറഞ്ഞു തന്ന അനുസരിച്ചിട്ട് നമ്മൾ ആരും ആ ടെമ്പിളിൽ പോകാറില്ല. കാര്യം എന്താണ്, അവിടെ കയറാനുള്ള യോഗ്യതയില്ല. കാര്യം എന്താണ്, ഗോവർദ്ധനത്തെ ചവിട്ടിയിട്ട് പോകണം. അതായത് ഭഗവാനെ ചവിട്ടിയിട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു റെസ്പെക്ട് വെച്ചിട്ട് ആ ടെമ്പിളിൽ പോകാറില്ല. അപ്പൊ ഇവിടെ വൃന്ദാവനത്തില് അടിച്ചു വരുന്ന ഒരാളുണ്ട്. അവിടെ വർഷങ്ങളായിട്ട് അടിച്ചു വരുന്നത്, അതൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഈ ജാതി വ്യവസ്ഥയൊക്കെ ഒരു 500 വർഷം മുൻപേ നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, കാര്യം എനിക്ക് ഭയങ്കര മറവി ആയതുകൊണ്ട്. ഇദ്ദേഹത്തിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പ്രത്യേകിച്ച് യാതൊരു അമ്പലങ്ങളിലും കരുതില്ല. പക്ഷെ അമ്പലങ്ങളുടെ പരിസരം മുഴുവനും അടിച്ചു വൃത്തിയാക്കുന്നത് ഇദ്ദേഹമാണ്. അവിടെയുള്ള 5000-ൽ പല അമ്പലങ്ങളുണ്ട്. നമ്മുടെ ഈ ഔറംഗസീബൊക്കെ എന്താണ്, അതിൽ 10,000-800-ഓളം തകർത്തു ഔറംഗസീബ് വന്നിട്ട്. അത്രയ്ക്ക് നമുക്ക് മഹിമ ഉണ്ടാക്കി തന്നു. അപ്പം ഇദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാളും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഈ പരിസരങ്ങളിൽ മുഴുവൻ ആൾക്കാർ എന്ത് ചെയ്തും,
ഈ കുരങ്ങന്മാർക്കും അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തും അതുപോലെ തന്നെ അവനവൻ ഭക്ഷിച്ച എല്ലാം വേസ്റ്റ് അങ്ങോട്ടേക്ക് ഇടും. ഇന്നത്തെ പോലെ ഈ വേസ്റ്റ് കൂടെയും അങ്ങനെ പ്ലാസ്റ്റിക് കവർ ഒന്നും ഇല്ലല്ലേ, എല്ലാം വഴിയിൽ വലിച്ചെറിയാണ്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യും, അത് മുഴുവനും വൃത്തിയാക്കി പക്ഷെ ഓരോ പ്രാവശ്യം എന്താ വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോൾ ഇദ്ദേഹം എന്താണ് ഭഗവാന്റെ നാമം, അതായത് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായാലും ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യുമ്പോൾ ഓരോന്നും ചെയ്യുമ്പോഴും വൃത്തിയാക്കുമ്പോഴും എന്താണ് പതുക്കെ പതുക്കെയാ ചെയ്യുന്നത് അല്ലേ. കാര്യം എന്താണ്, ഇവിടെ നിത്യലീല ആടുന്ന സ്ഥലമാണല്ലോ വൃന്ദാവനം അല്ലെ. അപ്പൊ ഭഗവാനും രാധാറാണിയും അതുപോലെ തന്നെ ഗോപികമാരും എല്ലാം ഇതുവഴി പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവരുടെ പാദസ്പർശം ഏൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്താണ് വളരെ മയമായിട്ടാണ് അല്ലെ ആ പാദ സ്പർശം ഏൽക്കുന്നതും സ്ഥലവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഭഗവാന് എന്താണ് യാതൊരു ഇതും പറ്റുകയില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം അടിച്ചു വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഏതെങ്കിലും വൈഷ്ണവര് അതുവഴി പോവുകയാണെങ്കിൽ അവരെ ഇങ്ങനെ എന്ത് ചെയ്യും, ദൂരെ കാണുമ്പോഴേ മാറി നിൽക്കുക, അവർക്ക് ദണ്ഡവത് പ്രണാമം കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അത്ര കാര്യമായിട്ടാണ് ആ പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്യും, ഈ കൊടിമരം കാണും അല്ലെ, കൊടിമരം കണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് ഒരു ഉയർന്ന കുലത്തിൽ ഞാൻ ജനിക്കുമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങയെ കാണാമായിരുന്നല്ലോ, എന്നും ആരതി കൂടായിരുന്നല്ലോ, അങ്ങയുടെ പ്രസാദം കഴിക്കാമായിരുന്നല്ലോ, അങ്ങയുടെ പ്രസാദം എന്റെ ശരീരത്തിൽ തൊടാമായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ എന്തുകൊണ്ട് എന്നെ ഈ കുലത്തിൽ പിറന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഭഗവാന്റെ സേവ ചെയ്യാൻ എനിക്ക് പൂർണ്ണമായിട്ട് സംതൃപ്തിയുള്ളൂ. പക്ഷെ നിന്റെ ദർശനം കിട്ടാനും അതുപോലെ തന്നെ നിന്റെ സേവ ചെയ്യാനും ഞാൻ ഇനി എനിക്ക് എന്ന് യോഗ്യത ഉണ്ടാകുമെന്നും പറഞ്ഞ് കരഞ്ഞ് എല്ലാ ദിവസവും വിളിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ശ്രീനാഥ് ടെമ്പിളില് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞ വൃന്ദാവനത്തിലേക്ക് രാവിലെ അമ്പലത്തിൽ രാവിലെ യശോദാമായിയാണ് അവിടെ എല്ലാം എന്താണ് ഭഗവാൻ ഈ ബാലരൂപത്തിലാണ് അല്ലെ. അപ്പൊ യശോദാമായി ഭക്ഷണം കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അവരെ ഉറക്കുന്നതായിട്ട് സങ്കല്പിക്കും. ബാക്കിയുള്ളവരെല്ലാരും എങ്ങനെയാണ്, ഭഗവാൻ അവിടെ നിന്ന് ഗയ്യ ചലാനയ്ക്കേലിയെ ജാരയ എന്നാണ് പറയുന്നത്. ഗയ്യ ചലാന എന്ന് പറഞ്ഞ എന്താണ്, പശുക്കളെ മേയ്ക്കാനായിട്ട് ഭഗവാൻ പോകും. ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഈ ആർക്കൊക്കെ കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുണ്ടോ, കൃഷ്ണ ലീലകളിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഈ കലിയുഗത്തിൽ, അവരെല്ലാം ഈ ക്ഷേത്രങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്. ഒരു 4-4:30 ആകുമ്പോൾ ക്ഷേത്രങ്ങൾ തുറക്കും. ഇതിനിടയ്ക്കാണ് ഈ 12 മണിക്കും ഈ 4:30ക്കും ഇടയ്ക്കാണ് ഇവർക്ക് ഒരു കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വൃന്ദാവനത്തിലുള്ള ഏത് മഹാത്മാക്കളോടും ചോദിച്ചു നോക്കിയോ, അവർക്കൊക്കെ ഭഗവാനെ നേരിട്ട് ദർശനം ഉണ്ടായതായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ ഈ സമയത്താണ്. കാര്യം ക്ഷേത്രത്തില് ഈ നിബന്ധനകളുണ്ടല്ലോ, ഈ സമയത്ത് ആരതി എല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഭഗവാൻ അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഈ ഭക്തരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതും പല പല ലീലകളാടുന്നതും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു, അവിടെ ഒരു ഗോവിന്ദദാസ് എന്ന് പറഞ്ഞ ഒരു പരമഭക്തനുണ്ട്. അദ്ദേഹം തന്നെ ഭഗവാന്റെ ഈ സുബല എന്ന് പറയുന്ന ഒരു ഗോപന്റെ ഒരു കലിയുഗത്തിലുള്ള അവതാരമായിട്ട് വന്നതാണ്. അപ്പൊ ഇവര് തമ്മിൽ നല്ല എന്താണ് സംസാരം നടക്കുന്നുണ്ട് ഭഗവാനും ഇതുമായിട്ട്. ഡയറ്റി ആണെങ്കിലും ഭഗവാൻ ഇദ്ദേഹമായിട്ട് മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഏത് കഴിഞ്ഞപ്പോഴത്തേനും പൂജാരിയുടെ പേര് ഞാൻ പറഞ്ഞത്, പൂജാരി ഭക്ഷണം എല്ലാം കൊടുത്ത് ഭഗവാനെ എന്താണ് അവിടെ ഇരുത്തിയിട്ട് കർട്ടൻ എല്ലാം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഗോവിന്ദദാസ് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇന്ന് താങ്കൾക്ക് അത്ര സംതൃപ്തി അല്ലല്ലോ, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ല, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഇന്നെന്തോ സംതിങ് ഉണ്ടല്ലോ, എന്തായാലും എന്നോട് പറ, നിങ്ങൾ കള്ളത്തരമൊന്നും അധികം പറയരുത്. ഇവര് എടാ പോടാ വാട ഉള്ള ആ ഒരു വിളിയാണ്. കാര്യം ഭഗവാന്റെ സഖാവ് തന്നെയാണ് ഗോവിന്ദദാസായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്നെന്തോ സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ പരസ്പരം, ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലായി, ഇന്ന് ഈ പ്രസാദമൊക്കെ ഇത്ര നല്ല രീതിയിൽ ഉണ്ടാക്കി തന്നിട്ട് ഒരു തൃപ്തി കാണുന്നില്ലല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, ഒരു കാര്യം ചെയ്യൂ, നീ പ്രസാദം ഒന്നും ഞാൻ കഴിച്ചിട്ട് തൃപ്തിയായില്ലെന്നല്ലേ വിചാരിച്ചു, ഒരു കാര്യം നീ അവിടുത്തെ വ്രജ റൊട്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇത് അവർ ഈ ചൂടിലായിട്ട് ചുടുന്നതാണ്. ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നീ വ്രജ റൊട്ടിയൊക്കെ ചെയ്ത് നല്ല സബ്ജിയൊക്കെ ഉണ്ടാക്കി വെക്കുക. ആ സബ്ജിയുടെ ഒരു പേരുണ്ട്, എനിക്ക് ഹിന്ദി ആയാലും മനസ്സിലായില്ല അത് ഏത് സബ്ജിയാണ്. സബ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പച്ചക്കറി കറിയാണ് അല്ലെ. നല്ല ഇത് ഉണ്ടാക്കി വെക്കും. ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് എല്ലാവരും പോയ സമയത്ത് ഞാൻ ഇവിടുന്ന് പതുക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് വരാം, നമുക്ക് അവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എത്ര എണ്ണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അതെന്താ കൂടുതൽ, നിനക്ക് ഇവിടെ ഇത്രയും നേരം ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചു. എനിക്കിന്ന് അങ്ങ് തൃപ്തി ആയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
ഇദ്ദേഹം പോയി പെട്ടെന്ന് തന്നെ വിറകും എല്ലാം കൊണ്ടുവന്നു. അദ്ദേഹം ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ ഗോവർദ്ധനത്തില് ഒരു സ്ഥലത്തിരുന്ന് അടുപ്പെല്ലാം കൂട്ടി ഈ റൊട്ടിയൊക്കെ ഉണ്ടാക്കാനും സബ്ജിയൊക്കെ ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇദ്ദേഹം നമ്മുടെ ഈ ഈ പറയുന്ന ഈ ഈ അടിച്ചു വരുന്ന ആള് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സമയം അമ്പലം അടച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പോവാറായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ചൂലയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്നാണ് എനിക്ക് അവിടുത്തെ ദർശനം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് നിന്നിട്ട് ഒരാൾ വിളിക്കുന്നു കൈകൊട്ടി, ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ ചുറ്റും ചുറ്റും നോക്കി, അത് എന്താണ് സംഭവിക്കുന്നത്, ആരോ വിളിക്കുന്നല്ലോ എന്ന് തോന്നി. അതെ, താങ്കളെ തന്നെ വിളിക്കുന്നത്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഒരു തലേ കെട്ടൊക്കെ ആയിട്ട് ഇരുനിറമൊക്കെ ഉള്ള ഒരു പയ്യൻ നിൽക്കുന്നു. പയ്യൻ നിൽക്കുന്ന കഴിഞ്ഞിട്ട്, അതെ താങ്കളെ തന്നെ വിളിക്കുന്നു, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റും, ഞാൻ അധികൃത വർഗ്ഗമല്ലേ, എനിക്ക് അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നാട്ടുരാജാവ് എന്നെ ശിക്ഷിക്കും, എന്നെ ഈ നാട് തന്നെ കടത്തുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവിടെ ഞാൻ വന്ന അശുദ്ധമാകുമെന്ന് പറഞ്ഞു. ഓ അതൊന്നും സാരില്ല, എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു, മുള്ളു തറച്ചു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നില്ല, രക്തം വാർന്ന് ഞാനിവിടെ മരിച്ചു വീഴും. അപ്പൊ എന്നെ ഈ നാട്ടുരാജാവ് പുറത്താകും. ആ കാര്യത്തെ പറ്റി ഒന്നും ആലോചിക്കണം, നിനക്ക് എന്റെ ജീവൻ രക്ഷിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ചൂൽ അവിടെ ഇട്ടിട്ട് ഇദ്ദേഹം ഓടിപ്പോയി. അതായത് ഒരു കുട്ടി ജീവന് വേണ്ടി വിളിക്കുകയല്ലേ, അപ്പോഴത്തേനും ഓടിച്ചെന്ന് ബാക്കിയൊക്കെ എന്ത് സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം അങ്ങനെ ഈ സേവകനായിട്ടുള്ള ആള് ഓടി അങ്ങോട്ട് ചെന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോക്കുമ്പോൾ ഭഗവാന്റെ കാലൊരു മുള്ളു തറച്ചിട്ടിരിക്കുന്നു. അപ്പോഴത്തേനും നോക്കി കഴിയുമ്പോഴത്തേനും ഭഗവാന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നോക്കുമ്പോൾ കണ്ണുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടെ ടച്ച് ചെയ്യുന്ന മാതിരി നല്ല എന്താണ് താമര ഇതളല്ലേ, കരാരവിന്ദേന പതാരവിന്ദം എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് മുഖാരവിന്ദം, മുഖം മുഴുവൻ ഒരു താമരയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്, താമര ഇതളിന്റെ ഷേപ്പില്. അതുപോലെ കണ്ണുകൾ തന്നെ ഒരു താമരയ്ക്കുള്ളിൽ വേറൊരു താമര ഇരിക്കുകയാണ് അല്ലെ എന്ന് പറഞ്ഞ മാതിരിയുള്ള മുഖം. അതുപോലെ തന്നെ അധര കമലങ്ങള്, ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് ഭഗവാന്റെ മകരകുണ്ടലം, ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും നീ ആരാണെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആരാണെന്നല്ല ചോദിച്ചു, എന്റെ കാലിലെ മുള്ളെടുക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും വീണ്ടും വീണ്ടും മുഖത്തേക്ക് നോക്കുന്നു, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, താങ്കൾ മുള്ളെടുക്കുമെന്ന് പറഞ്ഞു. മുള്ള് കൈ കൊണ്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കൈ കൊണ്ടല്ല എടുക്കേണ്ടത്, കടിച്ചെടുക്കാൻ പറഞ്ഞു. മുള്ള് കടിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ കടിച്ചിട്ട് അശുദ്ധമാകുകയല്ലേന്ന് ചോദിച്ചു. ഞാൻ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ മുള്ള് കടിച്ചെടുക്കൂ, കടിച്ചെടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ തുപ്പല് തൊട്ടിയുള്ള ചികിത്സ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ ഇതിന് ആ ഒരു ചികിത്സ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ആ ഒരു പാതാരവിന്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗികൾക്ക് പോലും കിട്ടുകയല്ലാത്ത ആ ഒരു പാതാരവിന്ദങ്ങളെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ ഉമ്മ കൊടുത്ത് ഈ മുള്ളിങ്ങനെ കടിച്ചു വാരിയെടുത്തു. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തടവി കൊടുത്തു. അപ്പം ഭഗവാൻ ഈ ഒരു സേവയില് അദ്ദേഹത്തെ ഇൻവോൾവ് ചെയ്യിക്കുകയായിരുന്നു അല്ലെ. ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരാണ് എന്താണെന്ന് ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തില്ല അല്ലെ, ഇതൊന്നും കൊടുത്തില്ല. പെട്ടെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കൂ, വേറെ എങ്ങും പോകരുത്, എന്നെ ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ട്, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, മറ്റേ ഗോവിന്ദദാസ് അവിടെ ഇപ്പോഴത്തേനും ഈ പറഞ്ഞ വ്രജറൊട്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഭഗവാനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആയോ എന്ന് ചോദിച്ചപ്പോൾ 1-2 ഞാൻ എടുത്തിരുന്നു, മറ്റേത് ഇട്ടിരിക്കുകയാണ് അടുപ്പില്. ഇപ്പൊ എന്താണ് ഇത്ര തിരക്ക്, ഇത്രയ്ക്ക് ആർത്തിയോ, ഇതെന്താണ് അവിടെ നിന്ന് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇത്രയും നേരം അവിടെ നിന്ന് കഴിച്ചതല്ലേ പൂജാരി തന്നൊക്കെ, എന്നിട്ട് പിന്നെയും വിശക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഭഗവാൻ അവിടെ ഇരുന്നത് 2 എടുത്ത് സബ്ജി എല്ലാം കൂടി ചൂടോട് തന്നെ കഴിച്ചു. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ, അപ്പൊ ഇദ്ദേഹം ഓരോന്ന് ചുട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ ഓരോ പീസും എടുത്ത് ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി എടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഭഗവാന്റെ ഉത്തരീയത്തിനകത്തൊരു മടിക്കുതിൽ കെട്ടി, ഇവിടെയും കെട്ടി, രണ്ടാമത്തെ സൈഡിലും ഇങ്ങനെ ഉത്തരീയത്തിൽ ഒരു സഞ്ചി പോലെ ഉണ്ടാക്കിയിട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 5-6 ഉണ്ടാക്കി കഴിഞ്ഞു. ഇഷ്ടം പോലെ ഇവിടെ നിറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാൻ എന്ത് ചെയ്തു, അവിടുന്ന് ചാടി എണീറ്റു. മതി 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 മതി, ഇനി എനിക്ക് പോണം എന്ന് പറഞ്ഞു. ഇപ്പൊ 4 മണിയാകുമ്പോഴത്തേനും അവിടെ എന്ത് ചെയ്യും, മറ്റേ പൂജാരി വരും, അതിനു മുൻപ് എനിക്ക് ഓടി ടെമ്പിളിൽ കയറി ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എന്താണ് ഇത്ര പോകാനായിട്ടൊരു തിടുക്കം, എന്താണ് നിന്റെ ഈ സൈഡിൽ അരികത്തൊക്കെ വീർത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. വീർത്തിരിക്കുന്നത് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ മറച്ചുകൊണ്ട്, എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു. കാര്യം നീ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച ആളാന്ന് അറിയാം, എനിക്കറിയാം, കള്ളത്തരം ഒരുപാട് കാണിക്കുന്ന ആളായ ഈ കള്ളത്തരം ഒന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഓടിച്ചെന്ന് എന്ത് ചെയ്തു, ഗോവിന്ദദാസ് ഇത് കൈയോടുകൂടി ഈ കള്ളത്തരം ഭഗവാന്റെ പിടിച്ചു. കാര്യം ഭഗവാൻ ഇങ്ങനെ പരമഭക്തന്മാരേ ഉള്ളൂ
പരമഭക്തന്മാരുടെ അടുക്കലേ ഭഗവാൻ തോറ്റു കൊടുക്കുകയുള്ളൂ അല്ലെ. അപ്പം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടിച്ചു. ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ എടുത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം എന്നോട് പറഞ്ഞോളൂ, അല്ലെ ഞാൻ ഇനി ഇവിടുന്ന് വിടത്തില്ല, ഞാൻ എല്ലാരെയും കാണിച്ചു കൊടുക്കുന്നു നിന്നെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതുപോലെ തന്നെ ദാ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാള്, ഞാൻ അപ്പത്തിന് അവൻ ഇവിടെ കയറി വന്നോ, അവൻ ഇവിടെ കയറാനുള്ള അധികാരം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് നാളായി എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, ഞാൻ ഇന്ന് അങ്ങോട്ട് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാൻ ആ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെ കൊണ്ട് കാലിൽ മുള്ളടിപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഗോവിന്ദദാസ് വന്നിട്ട് ഗോവിന്ദദാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഉടനെ പാദങ്ങളിൽ വീണിട്ട് പ്രാർത്ഥിച്ചു, എന്നെ ഈ ഇവിടുത്തെ നാട്ടുരാജാവിന് ഒറ്റിക്കൊടുക്കരുതേ, പറയരുതേ, കാര്യം ഈ കുട്ടി വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്, ഞാൻ ഈ കുട്ടിയുടെ കാലിൽ മുള്ളു കൊണ്ടു. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവനും കേട്ടറിയുമ്പോഴത്തേക്കിനും എന്താണ്, അപ്പോഴത്തേനും ആണ് ഗോവിന്ദദാസ് പറയുന്നത്, നീ എത്ര കൃപയാണ് ആൾക്കാരോടല്ലേ, നിനക്ക് ഈ ഒരു ജാതി വ്യവസ്ഥയുണ്ടോ, അങ്ങനെയൊന്നുമില്ല, ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച നീയാണ്, എന്നിട്ട് ഈ നിയമങ്ങളെല്ലാം തെറ്റിക്കുന്നതും നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദദാസ് ഭഗവാനെ ശകാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ഭഗവാൻ കഴിച്ച ഉച്ചിഷ്ടങ്ങളൊക്കെ തന്നെ, അതാണ് പ്രസാദം അല്ലെ. ഭഗവാൻ കഴിച്ച ഉച്ചിഷ്ടമാണ് മഹാപ്രസാദം അല്ലെ. ഭഗവാന്റെ ഭക്തർ കഴിച്ചു കഴിഞ്ഞാൽ അത് മഹാമഹാപ്രസാദമായി മാറും അല്ലെ. അങ്ങനെ ഭഗവാൻ ആ പ്രസാദം എല്ലാം ഇദ്ദേഹത്തിന് കൊടുത്തു, ആ സേവകന് കൊടുത്തു. ആ സേവകൻ അത് അതെല്ലാം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ഗോവിന്ദദാസ് ആ പറയുന്ന ഈ ഭഗവാന്റെ കാലയിലെ മുള്ളെടുക്കാനും അതുപോലെ തന്നെ ഭഗവാൻ കഴിച്ച ഉച്ചിഷ്ടങ്ങളൊക്കെ കഴിക്കാനായിട്ടും ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആ പരമഭക്തനായിട്ടുള്ള സേവകന്റെ കാലിൽ വീണ് നമസ്കരിച്ചു. അപ്പൊ ഇത്രയും വലിയൊരു പണ്ഡിതൻ കാലിൽ വീണ് നമസ്കരിക്കും, ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു, ആ രംഗങ്ങളൊക്കെ എന്ത് ചെയ്തു, ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് പോകാനായിട്ട് സമയമായി, ഞാൻ എന്ത് ചെയ്യണം, അവിടെ പൂജാരി അവിടെ വരുന്നതിന് മുൻപേ എനിക്ക് അവിടെ ചെന്ന് എനിക്ക് അവിടെ പ്രസന്റ് ആകണം, അതുകൊണ്ട് ഞാൻ യാത്രയാകുന്നതിന് പെട്ടെന്ന് ഭഗവാൻ ആ സ്ഥലം കാലിയാക്കി പോകുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ ആരും കാണാതെ തന്നെ താഴെ കൊണ്ടുപോയി ഗോവിന്ദദാസ് ഇറക്കി വിടുന്നു. ആരെങ്കിലും വന്നാൽ തന്നെ, കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഗോവിന്ദദാസ് താഴെ ഇറക്കിക്കൊണ്ട് വിടുന്നു, പർവ്വതത്തിന് താഴെ ഇറക്കിക്കൊണ്ട് വിടുന്നു. പിന്നെ ഇദ്ദേഹം സേവ ഓരോ ദിവസം ചെയ്യുമ്പോഴത്തേനും ഭഗവാന്റെ രൂപം, ഇതുവരെ ക്ഷേത്രത്തിലൊന്നും കയറിയിട്ടുമില്ല, ഭഗവാന്റെ ഒരു വിഗ്രഹം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്ക് ഭഗവാനെ നേരിട്ടുള്ള ആ എന്താണ്, ആ മുഖ സൗന്ദര്യവും കാന്തിയും എല്ലാം ആസ്വദിച്ചിട്ട് ഭഗവാന്റെ ആ പാദകമലങ്ങൾ നേരിട്ട് കണ്ട വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഏത് സമയത്ത് എവിടെ നടക്കുന്നിടത്തും മുഴുവനും ഭഗവാനാണ് അല്ലെ. അധരം മധുരം വദനം മധുരം, അങ്ങനെയുള്ള ആ ഒരു സുന്ദര രൂപത്തെ കണ്ട ആൾക്ക് എന്താണ്, സർവവും കൃഷ്ണമയമായിട്ട് നിന്ന് ആ ഒരു സേവ ചെയ്തിട്ട് അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു യഥാർത്ഥത്തിൽ നടന്ന ആ ഒരു വൈകുണ്ഠത്തിൽ നടന്ന അനുഭവത്തെ പറ്റി. ഇന്നലെ വൈകുണ്ഠത്തിൽ തന്നെയുള്ള ഒരു വ്രജവാസിയുടെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലെക്ചർ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കഥ കേട്ടത്. ഞാനിങ്ങനെ ഇവിടെ ഐസായിട്ടിരുന്നു, ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ഹിന്ദി കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ, എന്നാലും ഇത്രയും മനസ്സിലായത് നിന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത്രയും സമയം നിങ്ങളുടെ എടുത്തതിൽ ഒരുപാട് എന്താണ് സോറി ഞാൻ ചോദിക്കുന്നു. കാര്യം ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ആരും എക്സിറ്റ് ആയില്ല. ഒരുപാട് സന്തോഷം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നല്ലൊരു സ്റ്റോറിയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമല്ലേ, പിന്നെ പ്രഭു സോറി പറയണേ എന്തിനാ? ഞങ്ങൾ അല്ല, താങ്ക്സ് അല്ലേ ഞാനിങ്ങനെ പറയണ്ട അതിന് വേണ്ടി. ഹരേ കൃഷ്ണ, അത് നീണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ പല കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. നല്ല കഥ. ഹരേ കൃഷ്ണ. ഭഗവാനെ നേരിൽ കണ്ട പോലെ ഒരു തോന്നല്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി കേട്ടിരുന്നോ? മാതാജിക്ക് എന്ത് തോന്നി? വളരെ കൊള്ളാം മാതാജി, കൊള്ളാം പ്രഭു. ചെയ്യൂ, ഭഗവാനെ കണ്ടു. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് മാതാജി. സന്തോഷം തോന്നി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതാണ് ഭഗവാന്റെ ഓരോ ലീലകളും കഥകളും കേൾക്കുമ്പോൾ ഇങ്ങനെയാണ്. അത് തോന്നുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മളുടെ എന്താണ്, ഈ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, നമുക്കുണ്ടാകുന്ന ഭാവങ്ങള്, ഇതൊക്കെ തന്നെയാണ് കൃഷ്ണാനുഭവം. രാസം എന്ന് പറയും അല്ലെ. ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് രാസം എന്ന് പറയുന്നത്.
നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ രസം, ആ കൃഷ്ണ രാസലീല, ഗോപികമാർ അനുഭവിച്ച രാസലീലയാണ്. നിങ്ങൾ ഇത് ഓരോരുത്തരും ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഭാവവ്യത്യാസങ്ങളെയാണ് രാസലീല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗോപികമാർ അനുഭവിച്ച അതേ രസം, ഒരു വ്യത്യാസവും ഇല്ലാതുമായിട്ട് ഭഗവാനുമായിട്ട് ആര് സമ്മേളനം ചെയ്യുന്നുവോ, ആര് മനനം ചെയ്യുന്നുവോ, ഭഗവാന്റെ ലീലകൾ ആര് ആസ്വദിക്കുന്നുവോ, അവരെല്ലാരും എപ്പോഴും സദാ രാസലീലയിലായിരിക്കും. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരൂപശ്ച കൃപാസന്ധിഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.